നമസ്തേ, പുത്തൻ പുലരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ വീണ പ്രസാദ്. എന്നെ നിഖിൽ കുമാർ. താമസിയാതെ തന്നെ നമുക്ക് നോക്കാം പ്രധാന വാർത്തകൾ. പാകിസ്ഥാനിൽ സൈനിക കേന്ദ്രത്തിൽ ഭീകരാക്രമണം. സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനങ്ങൾ സൈനിക ക്യാമ്പിലേക്ക് ഇടിച്ചു കയറ്റി. 15 പേർ കൊല്ലപ്പെട്ടു, 30-ലധികം പേർക്ക് പരിക്ക്. ആക്രമണത്തിന് പിന്നിൽ ഭീകര സംഘടനയായ താലിബാൻ. ട്രംപുമായുള്ള തർക്കത്തിൽ ഖേദപ്രകടനവുമായി യുക്രൈൻ പ്രസിഡന്റ്. ശാശ്വത പരിഹാരത്തിന് അമേരിക്കയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാർ. US കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തെ ട്രംപ് അഭിസംബോധന ചെയ്യും. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുമായി കൂടിക്കാഴ്ച നടത്തി വിദേശകാര്യമന്ത്രി S ജയശങ്കർ. ദേവസ്വം ബോർഡുകളെ രാഷ്ട്രീയ ചട്ടുകമാക്കാൻ ഇടത് സർക്കാർ. അംഗങ്ങളുടെ കാലാവധി 4 വർഷമാക്കാൻ നീക്കം. വിഷയം സർക്കാർ പരിഗണനയിലെന്ന് നിയമസഭാ രേഖകൾ. ബോർഡിലെ ഇടത് അംഗങ്ങൾക്ക് വേണ്ടിയെന്ന ആക്ഷേപം. ജനം ബ്രേക്കിംഗ്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ പ്രതി അഫാനെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ്. കോടതിയിൽ ഇന്ന് അപേക്ഷ നൽകും. കൊലകൾക്ക് ഭീകരവാദ സംഘടനകളുടെ ശൈലി എന്ന സംശയം ശക്തം. വിവാദങ്ങൾക്കിടെ CPM സംസ്ഥാന സമ്മേളനം ഇന്നു മുതൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയും സർക്കാരിനെതിരായ ആക്ഷേപങ്ങളും ചർച്ചയാകും. പ്രായപരിധി കർശനമാക്കുന്നതോടെ മുതിർന്ന നേതാക്കളെ ഒഴിവാക്കാൻ സാധ്യത. അഴിമതിയിൽ മുങ്ങി സംസ്ഥാനത്ത് ഉദ്യോഗസ്ഥ വർഗം. കൈക്കൂലിക്കേസിൽ 1 വർഷത്തിനിടെ വിജിലൻസ് പിടിയിലായത് 146 പേർ. നിയമത്തിലെ ഇളവ് മുതലെടുത്ത അഴിമതിക്കാർ. അനന്തപുരി ഇനി ആറ്റുകാൽ നഗരി. പൊങ്കാല മഹോത്സവത്തിന് ഇന്ന് തുടക്കം. രാവിലെ ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തും. പൊങ്കാല മാർച്ച് 13-ന്. ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ഇന്ത്യയുടെ എതിരാളികളെ ഇന്നറിയാം. രണ്ടാം സെമിയിൽ ന്യൂസിലൻഡ് ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഓസീസിനെതിരായ സൂപ്പർ ജയത്തിന്റെ ത്രില്ലിൽ ഇന്ത്യ. നമ്മൾ വാർത്തകളുടെ പ്രത്യേകത നോക്കിയാൽ ഇന്ന് രാജ്യാന്തര വാർത്തകൾ ഏറെ പ്രാധാന്യത്തോടെ നിൽക്കുന്നു, അല്ലേ? പ്രധാനപ്പെട്ട ചില കൂടിക്കാഴ്ചകൾ, സെലൻസ്കിയുടെ കുറ്റസമ്മതം അടക്കം, S ജയശങ്കറിന്റെ ഒരു വിദേശ പര്യടനം ഉണ്ട്. അതിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുമായി വിദേശകാര്യമന്ത്രി S ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി ചർച്ചകളും ഒപ്പം റഷ്യൻ യുദ്ധം സംബന്ധിച്ച നിലപാടുകളും നേതാക്കൾ പരസ്പരം പങ്കുവച്ചു. സാമ്പത്തിക രംഗത്തും അനുബന്ധ രംഗങ്ങളിലും ഇന്ത്യ ബ്രിട്ടൻ സഹകരണം ശക്തമാക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾ നടന്നു. ഐസൻ ജോസ് ചേരുന്നുണ്ട് വിവരങ്ങളും. ഐസൻ, ഗുഡ് മോർണിംഗ്. വളരെ പ്രധാനപ്പെട്ട ചില ചർച്ചകൾ. ഒന്ന്, റഷ്യൻ യുദ്ധത്തിലുള്ള നിലപാട്. അത് ഈ ഒരു സാഹചര്യത്തിൽ വളരെ പ്രസക്തവുമാണ്. അത് കൂടാതെ ഉഭയകക്ഷി തലത്തിൽ നടന്ന മറ്റ് ചർച്ചകൾ എന്തൊക്കെയാണ്? വീണ, തീർച്ചയായും റഷ്യ യുക്രൈൻ യുദ്ധം സംബന്ധിച്ച നിലപാടുകളിൽ അല്ലെങ്കിൽ ചർച്ചകളിൽ ഭാരതത്തിന്റെ പ്രാധാന്യം ഏറെയുണ്ട്. നമുക്കറിയാവുന്നതാണ്, ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ഈ 2 രാജ്യങ്ങളും അടിയന്തരമായി സന്ദർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മൂന്നാമത് അധികാരമേറ്റതിന് ശേഷം അത് അടിയന്തരമായി 2 രാജ്യങ്ങളും ചെറിയൊരു ഇടവേളയിൽ സന്ദർശിക്കുകയും റഷ്യയും അതുപോലെ തന്നെ യുക്രൈനും സന്ദർശിക്കുകയും സമാധാനത്തിന്റെ നിലപാടുകൾ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിന് ചൂട് പിടിച്ചാണ് തുടർ നടപടികളെല്ലാം തന്നെ മുന്നോട്ട് പോയത് എന്നാണ് ഈ നിലവിലെ സാഹചര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും ഈ വിഷയത്തിൽ ഒരു മധ്യസ്ഥത്തിന് സമാനമായ ഒരു ശ്രമം ഭാരതത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകാനുള്ള എല്ലാ സാധ്യതയും തെളിയുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ വിഷയം ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയുമായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാവുന്നതാണ്, ഇതിന്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായുള്ള പല ചർച്ചകളും വിദേശകാര്യമന്ത്രി തലത്തിലായിരിക്കും നടക്കുക. അതുകൊണ്ട് തന്നെ വിദേശകാര്യമന്ത്രി തലത്തിലുള്ള ചർച്ചകളാണ് ഏറെ ഗൗരവത്തോടെ നമ്മൾ നോക്കിക്കാണേണ്ടത് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ യുക്രൈൻ വിഷയം പരാമർശിക്കപ്പെട്ടതിനെ നിരീക്ഷിക്കേണ്ടത് എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകരെല്ലാം തന്നെ കണക്കാക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ആ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നീക്കങ്ങളുടെ ഭാഗമായി ഭാരതത്തിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നത് സംബന്ധിച്ച കൃത്യമായ ഒരു ചർച്ചകൾ നടന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള ചർച്ചകളുടെ സാഹചര്യം തന്നെയാണ് യുക്രൈൻ വിഷയം ഭാരത വിദേശകാര്യമന്ത്രിയുമായി ചർച്ച ചെയ്യുമ്പോൾ കെയർ സ്റ്റാമറുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പിന്നീട് മറ്റു ഗൗരവതരമായ വിഷയങ്ങൾ നിരവധിയുണ്ട്. ഭാരതവും ബ്രിട്ടനും തമ്മിൽ വലിയ ബന്ധം നിലനിൽക്കുന്ന 2 രാജ്യങ്ങളാണ്. നമുക്കറിയാവുന്നതാണ്, സാമ്പത്തിക രംഗത്തും വാണിജ്യ രംഗത്തും വൻതോതിലുള്ള സഹകരണം ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്നിരുന്നു. അതുപോലെ തന്നെ ഈ ഇന്റലിജൻസ് വിവരങ്ങൾ, ഭീകരതയ്ക്കെതിരായ നിലപാടുകൾ സ്വീകരിച്ചു
സ്വീകരിക്കുന്നതിനും ഭീകരതയെ എതിർക്കുന്നതിനും ചെറുക്കുന്നതിനുമുള്ള നീക്കങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരിക്കുന്നതിനുള്ള നിരവധിയായ ചർച്ചകളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ. അതിന്റെ ഭാഗമായുള്ള പല റിവ്യൂസും നടന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള റിവ്യൂകളുടെ എല്ലാം അടിസ്ഥാനത്തിൽ കൂടുതൽ ശക്തമായ ഒരു ഇന്റലിജൻസ് അതുപോലെ തന്നെ സൈനിക ബന്ധങ്ങളെല്ലാം തന്നെ ഈ രാഷ്ട്രങ്ങളുമായി ബ്രിട്ടനുമായി തുടരുക എന്നത് ഒരു അജണ്ട തന്നെയാണ് ഭാരതത്തിന്റേത്. ആ അജണ്ടയുടെ ഭാഗമായുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് നിലവിലെ സൂചനകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു സുപ്രധാനമായ നീക്കം എന്ന് പറയുന്നത് പീപ്പിൾ ടു പീപ്പിൾ കോൺടാക്ട്, അതായത് ജനകീയമായ സഹകരണം ഉറപ്പാക്കുന്നതിനും അതുപോലെ തന്നെ മറ്റു അനുബന്ധ രംഗങ്ങളിലും നമുക്ക് അറിയാവുന്നതാണ് വൻതോതിൽ ബ്രിട്ടനിൽ ഭാരതീയ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ജോലി ചെയ്യുന്ന നിരവധി മനുഷ്യരുണ്ട്. അത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം തന്നെ ചർച്ചയായിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ബ്രിട്ടനിലെ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി ആഭ്യന്തര സെക്രട്ടറി ഇ കൂപ്പറുമായും അദ്ദേഹം കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു. ഇന്നലെ തന്നെ ഈ ആഭ്യന്തര സെക്രട്ടറിയുമായുള്ള കൂടിക്കാഴ്ച നടന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി ഡേവിഡ് ലാമിയുമായുള്ള കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ കൂടി വരേണ്ടതുണ്ട്. ആ വിശദാംശങ്ങളിൽ കൂടുതൽ കൃത്യമായ ധാരണ ഇന്ത്യ ബ്രിട്ടൻ ബന്ധങ്ങൾ സംബന്ധിച്ച് മനസ്സിലാക്കാനും സാധിക്കും. ചെയ്യണം. ഓക്കെ, ശരിയായി സർ. നമുക്കിനി കൊല്ലത്തേക്ക് പോകേണ്ടതുണ്ട്. കാരണം വളരെ പ്രധാനപ്പെട്ട കാര്യം. വിഭാഗീയതയ്ക്കും വിവാദങ്ങൾക്കുമിടെ CPM സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലത്ത് തുടക്കമാകുന്നു. പാർട്ടിയെയും സർക്കാരിനെയും പിടിച്ചുലച്ച വിവാദങ്ങളിലെ വിമർശനങ്ങൾ സമ്മേളനത്തിൽ ഉയർന്നേക്കും. പ്രായപരിധി കണക്കാക്കിയുള്ള ഒഴിവാക്കലുകളും നേതൃനിരയിലെ മാറ്റവുമൊക്കെ ചർച്ചയാക്കി. വിവരങ്ങളുമായി മനോജ് കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട്. മനോജ്, CPMന്റെ സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി സംസ്ഥാനത്ത് ചർച്ച ചെയ്യപ്പെട്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ, സർക്കാരിനെയും പാർട്ടിയും വെട്ടിലാക്കിയ വിഷയങ്ങൾ, EPJയുടെ വിഷയങ്ങൾ അടക്കമുള്ളവ ചർച്ചയാകും. ഒപ്പം നവകേരള മാർച്ചുമായി ബന്ധപ്പെട്ട അതിന് ശേഷം നടന്ന വിഷയങ്ങൾ, ഇതെല്ലാം ഈ ഒരു പാർട്ടി സമ്മേളനത്തിൽ ചർച്ചയാകാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഈ പ്രായപരിധി സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ച നടക്കുന്നുണ്ട്. അതും ഈ ഒരു പാർട്ടി സമ്മേളനത്തിൽ അതിൻ്റെ ചർച്ച കൊഴുപ്പിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം, അല്ലേ? തീർച്ചയായും 24ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായാണ് കൊല്ലം ജില്ലയിൽ ഇത്തവണ സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടി പതാക ഉയരുന്നു. നാളെയാണ് പ്രതിനിധി സമ്മേളനം നടക്കുക. 530ഓളം പ്രതിനിധികളാണ് ഇത്തവണ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമാകുക. അതോടൊപ്പം തന്നെ മറ്റ് നേതാക്കളും അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ കുറേയധികം നിരീക്ഷകരടക്കം ഈ ഒരു പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ വിവാദങ്ങൾക്കും അതോടൊപ്പം തന്നെ വിഭാഗീയതയ്ക്കുമൊക്കെ വഴിവെച്ച, അല്ലെങ്കിൽ ഈ കൊല്ലം ജില്ലയിൽ തന്നെ പ്രത്യക്ഷമായി പ്രവർത്തകർ സമരം ചെയ്ത സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കരുനാഗപ്പള്ളിയിലെ വിഭാഗീയതയൊക്കെ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട, പിന്നീട് നടപടിയെടുക്കേണ്ടി വന്ന വിഷയങ്ങളാണ്. അത്തരമൊരു സാഹചര്യത്തിലാണ് കൊല്ലത്ത് തന്നെ ഇത്തവണ ഈ ഒരു സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. എന്തായാലും അതിനുവേണ്ട മറ്റു കാര്യങ്ങളൊക്കെ, ആ ഒരുക്കങ്ങളൊക്കെ തന്നെ ഇവിടെ പൂർത്തിയായിരിക്കുന്നു. എന്തായാലും സമ്മേളനം ആരംഭിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, നാളെ പ്രകാശ് കാരാട്ടാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. അതോടൊപ്പം തന്നെ MP ഗോവിന്ദൻ മാസ്റ്റർ, അദ്ദേഹം ഈ അധ്യക്ഷനാകുന്നു. എന്തായാലും ഈ ഒരു സമ്മേളനത്തിൽ പൊതുചർച്ചയിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കേണ്ടത്. കാരണം കൂടുതൽ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരുന്നു. അതോടൊപ്പം തന്നെ വിമർശനങ്ങൾ ഒരുപാട് വരാൻ സാധ്യതയുള്ള ഒരു സമ്മേളനം കൂടിയാണ്. അതായത് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റിട്ടുള്ള കനത്ത തോൽവി, അതോടൊപ്പം തന്നെ നിയമസഭാ തദ്ദേശീയ തിരഞ്ഞെടുപ്പുകളിലെ ക്ഷീണവും, അതോടൊപ്പം മറ്റ് വിവാദങ്ങൾ, അതായത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള മന്ത്രിമാരുടെ വിവാദങ്ങൾ, അതോടൊപ്പം തന്നെ EPJ രാജാനെ മാറ്റിയുള്ള അത്തരത്തിലുള്ള വിവാദങ്ങൾ, അങ്ങനെ ഒട്ടനവധി വിവാദങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതോടൊപ്പം തന്നെ ഇടതുമുന്നണിയിൽ ഉള്ളിൽ തന്നെ ഈ മദ്യനിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട് വലിയ എതിർപ്പുകളൊക്കെ ഉയർന്നു വന്നിരുന്നു, അതിന് അനുമതി കൊടുത്തതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അത്തരത്തിൽ മുഖ്യമന്ത്രി അടക്കം പങ്കെടുക്കുന്ന ഈ ഒരു സംസ്ഥാന സമ്മേളനത്തിൽ അങ്ങനെയുള്ള വിമർശനങ്ങൾ കൂടെ ഉയരാൻ സാധ്യതയുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി കഴിഞ്ഞ ഈ സമ്മേളനത്തിൽ അവതരിപ്പിച്ചതുപോലെ ഒരു നയരേഖ ഇത്തവണയും അവതരിപ്പിക്കും. അതായത് നവകേരളത്തിൻ്റെ പുതുവഴികൾ എന്നുള്ള രീതിയിലായിരിക്കും ഈ ഒരു നയരേഖ അവതരിപ്പിക്കുക. അതോടൊപ്പം തന്നെ പ്രവർത്തന റിപ്പോർട്ട്, സംഘടനാ റിപ്പോർട്ടൊക്കെ തന്നെ ചർച്ചയാകും. എന്തായാലും ഇത്തരത്തിലുള്ള ഈ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലും, അതോടൊപ്പം തന്നെ ഇനി എങ്ങനെ വീണ്ടും ഒരു പിണറായി സർക്കാരിലേക്ക് എത്താൻ സാധിക്കുമെന്നുള്ള ഒരു ആശയക്കുഴപ്പമൊക്കെ നിലനിൽക്കുന്നുണ്ട്. കാരണം ആഭ്യന്തര വകുപ്പിനെതിരെ വലിയ തരത്തിലുള്ള വിമർശനമാണ് ഉയർന്നത്. സംസ്ഥാനത്ത് അക്രമവും അതോടൊപ്പം തന്നെ ലഹരി ഉപയോഗവും ഒക്കെ തന്നെ അങ്ങനെ ശക്തമായി നിലനിൽക്കുമ്പോൾ അതിനെ അതിജീവിച്ചുകൊണ്ട് എങ്ങനെയാണ് വീണ്ടും ഒരു പിണറായി സർക്കാർ എത്തുക, അല്ലെങ്കിൽ അതിലൊരു നടപടിയും എടുക്കാൻ പറ്റാതെ അങ്ങനെ ക്ഷീണിതരായി നിൽക്കുന്ന ഒരു സംസ്ഥാന സർക്കാർ എങ്ങനെയാണ് വീണ്ടും എത്തുക എന്നുള്ള കാര്യം. അതിൽ തന്നെ പ്രത്യേകിച്ച്
പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും പറയേണ്ടത് സമ്മേളനത്തിൽ ഒഴിവുകൾ ഉണ്ടാകുമെന്നുള്ളതാണ്. അതായത് പ്രായപരിധി കണക്കാക്കി കഴിഞ്ഞ എറണാകുളം സമ്മേളനത്തിലാണ് ഇത്തരത്തിൽ 75 വയസ്സ് പ്രായപരിധി നിശ്ചയിക്കുന്നത്. അത് കർശനമാക്കിക്കൊണ്ട് ഇത്തവണ ഈ നേതാക്കളെ ഒഴിവാക്കാനുള്ള തീരുമാനമുണ്ട്. അതായത് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും 3 നേതാക്കൾ ഒഴിവാകുമെന്നാണ് ലഭിക്കുന്ന സൂചന. അതിൽ തന്നെ പ്രധാനമായും ആനാവൂർ നാഗപ്പൻ, അതോടൊപ്പം തന്നെ AK ബാലൻ, അതോടൊപ്പം തന്നെ 75 വയസ്സ് PK ശ്രീമതി അടക്കം ഒഴിവാകും എന്നുള്ള സൂചനയുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും 4 ഒഴിവുകളും ഉണ്ടാകും. ഈ ഒഴിവുകളിലേക്ക് പുതുമുഖങ്ങൾ എത്തുമെന്നുള്ളതാണ്. MP രാജേഷ് അടക്കമുള്ള മന്ത്രി MP രാജേഷ്, അതോടൊപ്പം തന്നെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിരുന്ന P മോഹനനടക്കം സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എത്തുമെന്നുള്ള വിവരവുമുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊഴിവുകളും വന്നേക്കാം. എന്തായാലും ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, കണ്ണൂരിൽ നിന്നും P ജയരാജനെ ഇത്തവണ പാർട്ടി പരിഗണിക്കുമോ എന്നുള്ളതാണ്. കാരണം P ജയരാജൻ എത്തിയില്ലെങ്കിൽ മറ്റൊരു അവസരം ലഭിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന P ശശിക്കാണ്. P ശശി സംസ്ഥാന നേതൃനിരയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് P ജയരാജനെ പരിഗണിക്കാതിരുന്നാൽ അത് പിന്നീട് വലിയ ചർച്ചയിലേക്ക് വഴിവെക്കും. അതോടൊപ്പം തന്നെ ഒരു ചേരിപ്പോരിനുള്ള തുടക്കം അതൊരു രൂക്ഷമായി തന്നെ മാറുമെന്നുള്ള കാര്യം. എന്തായാലും P ജയരാജനെ ഇത്തവണ പരിഗണിക്കുമോ എന്നുള്ള ഒരു ആശങ്ക കണ്ണൂരിലുള്ള പാർട്ടി പ്രവർത്തകർക്കൊക്കെ ഉണ്ട്. എന്തായാലും സംസ്ഥാന സമ്മേളനത്തിൽ എന്താണ് നേതൃത്വം എടുക്കുന്ന തീരുമാനം എന്നുള്ളത് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ 3 ദിവസം, അതായത് 6-ാം തീയതി ഈ പ്രതിനിധി സമ്മേളനം, 7-ാം തീയതി അതോടൊപ്പം തന്നെ ഈ പ്രതിനിധി സമ്മേളനത്തിനോടനുബന്ധിച്ചുള്ള പൊതുചർച്ചയും അതുപോലെ തന്നെ ഗ്രൂപ്പ് തിരിഞ്ഞുള്ള ചർച്ചകളും ഉണ്ടാകും. അതോടൊപ്പം തന്നെ 9-ാം തീയതിയാണ് റെഡ് വോളണ്ടിയർ മാർച്ചും പൊതുസമ്മേളനവും നടക്കുക. ഈ പൊതുസമ്മേളനത്തിൽ അവസാനമായി, അതായത് അന്നേ ദിവസം തന്നെയായിരിക്കും മറ്റ് നടപടിക്രമങ്ങളൊക്കെ ഉണ്ടാകുക. എന്തായാലും പാർട്ടി സമ്മേളനം അങ്ങനെ ഇന്ന് ഈ കൊടിമര ജാഥയുണ്ടാകും വൈകിട്ട്. അതിനുശേഷം ഈ പതാക ഉയരുന്നതോടുകൂടി ഈ സമ്മേളനത്തിനുള്ള എല്ലാ നടപടികളും അതിനെല്ലാം തുടക്കമാകും. എന്തായാലും ഓരോ സമയക്രമങ്ങളിലും നടക്കുന്ന ഈ ചർച്ചയിലാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉയർന്നു വരാൻ സാധ്യതയുള്ളത്. വീണ, ശരി മനോജ്, ഏതായാലും ചെറുതല്ലാത്ത പ്രശ്നങ്ങളാണ് ഇത്തവണത്തെ സംസ്ഥാന സമ്മേളനത്തിന്. അതെ, മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഈ ജില്ലാ സമ്മേളനങ്ങളിൽ വലിയ വിമർശനം നേരിട്ടിരുന്നു. അത് സംസ്ഥാന സമ്മേളനത്തിലും തുടരാനുള്ള, സാധാരണഗതിയിൽ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ വിമർശനങ്ങളാണ് ഉയരാറുള്ളത് എങ്കിൽ ഇത്തവണ അത് തെരുവിലേറ്റുമുട്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി പലയിടങ്ങളിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും ഇത്? അതായത് ഈ പാർട്ടി നേരിടുന്ന പ്രശ്നങ്ങൾ, സർക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ, പൊതുസമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടാൻ കഴിയാതെ പോവുക തുടങ്ങി ഒട്ടേറെ പ്രശ്നങ്ങൾ, പിന്നെ തെരഞ്ഞെടുപ്പുകളിലെ തോൽവി, ഇതെല്ലാം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ തോൽവി, അതിനുശേഷം വന്ന ഉപതെരഞ്ഞെടുപ്പുകളായാൽ പോലും പാർട്ടിയുടെ ഷെയർ എത്രത്തോളം, വോട്ട് ഷെയർ എത്രത്തോളം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊക്കെയും ചർച്ചയ്ക്ക് വിധേയമാകും. അപ്പോൾ എന്താകും ഈ സംസ്ഥാന സമ്മേളനം കഴിയുമ്പോൾ CPM-ൽ നിന്ന് പുറത്തു വരുന്നത് ആകെ തുക എന്ന് നമുക്ക് നോക്കിയിരിക്കാം. ഓക്കെ, ഇനി നമ്മൾ നൽകുന്നൊരു വാർത്തയുണ്ട്. അതായത് ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ കാലാവധി നീട്ടി നൽകാൻ സർക്കാർ നീക്കം നടത്തുന്നു എന്നുള്ളതാണ്. പ്രസിഡന്റിൻ്റെയും അംഗങ്ങളുടെയും കാലാവധി 4 വർഷമാക്കി പുനഃസ്ഥാപിക്കാനാണ് ശ്രമം. സമാന ആവശ്യവുമായി നേരത്തെ ദേവസ്വം ബോർഡ് സർക്കാരിന് കത്ത് നൽകിയിരുന്നു. വിഷയം സർക്കാരിൻ്റെ പരിഗണനയിലാണ് എന്ന് നിയമസഭാ രേഖകൾ വ്യക്തമാക്കുന്നു. ജനം ബ്രേക്കിംഗ് വിനീഷ് ചേരുന്ന വിവരങ്ങളുമായി. വിനീഷ്, നിയമസഭാ രേഖകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന എന്താണ്, എന്ത് സാഹചര്യത്തിലാണ് ഇത് പുനഃസ്ഥാപിക്കാൻ സർക്കാർ ഒരുങ്ങുന്നത്? നിലവിലെ സാഹചര്യത്തിൽ ദേവസ്വം ബോർഡിനെ പ്രത്യേകിച്ച് സർക്കാരിന്റെ രാഷ്ട്രീയ കേന്ദ്രമാക്കി മാറ്റാനുള്ള നീക്കം ഒരു പക്ഷത്ത് നടക്കുന്നു. ഒപ്പം തന്നെ ഇഷ്ടക്കാർക്ക്, സർക്കാരിന്റെ നിലപാടുകൾക്കൊപ്പം നിൽക്കുന്നവർക്ക് കൃത്യമായി തന്നെ അവർക്ക് കൂടുതൽ സംരക്ഷണം ഒരുക്കുന്നതിന്റെ ഭാഗമായി തന്നെ സർക്കാർ ഇപ്പോൾ ഈ ഒരു ദേവസ്വം ബോർഡിന്റെ കാലാവധി നീട്ടി നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കടന്നിരിക്കുന്നത്. നിലവിൽ 2 വർഷമാണ് കാലാവധി ഇപ്പോൾ കഴിഞ്ഞ കുറച്ചു കാലമായി തുടർന്നു പോകുന്നത്. അത് 4 വർഷമായി ഉയർത്തണമെന്ന ആവശ്യമാണ് ഇപ്പോൾ സർക്കാരിന് മുന്നിലേക്ക് ദേവസ്വം ബോർഡ് തന്നെ വച്ചിരിക്കുന്നത്. ഈ ഘട്ടത്തിലാണ് ഇതിന്റെ പരിഗണനയിലേക്ക് സർക്കാർ പോകുന്നത്. പല ഘട്ടങ്ങളിലും രാഷ്ട്രീയ കേന്ദ്രമാക്കാനായി ദേവസ്വം ബോർഡിനെ സർക്കാർ ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അത് കുറച്ച് പിന്നാമ്പുറങ്ങളിലേക്ക് നോക്കുമ്പോൾ 2007 G സുധാകരനാണ് ആദ്യമായി 4 വർഷമുണ്ടായിരുന്ന ദേവസ്വം ബോർഡ് അംഗങ്ങളുടെയും പ്രസിഡന്റിന്റെയും കാലാവധി അത് 2 വർഷമായി ചുരുക്കിയത്. അതിനുശേഷം 2014 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ അത് 3 വർഷമാക്കി മാറ്റുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷം നമുക്ക് കാണാൻ സാധിച്ചത് 2017 2017 പ്രയാർ ഗോപാലകൃഷ്ണനുമായിട്ടുള്ള
പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിന്റെ പിണറായി സർക്കാരുമായുള്ള ചില ഉരസലുകളുടെ ഭാഗമായി അതിനെ വീണ്ടും 2 വർഷമായി തന്നെ അത് സർക്കാർ കുറയ്ക്കുന്ന സാഹചര്യമുണ്ടായി. അതിന് തൊട്ടു പിന്നാലെ വീണ്ടും നോക്കുമ്പോൾ 2025 എത്തി നിൽക്കുമ്പോൾ അതിനെ വീണ്ടും 4 വർഷത്തേക്ക് മാറ്റാനുള്ള ഒരു ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് സംസ്ഥാന സർക്കാർ നീങ്ങുന്നു എന്നതാണ് നമുക്ക് രേഖകളിൽ നിന്ന്, നിയമസഭയിൽ തന്നെ സർക്കാർ വച്ച രേഖകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം പല ഘട്ടങ്ങളിലും ദേവസ്വം ബോർഡിനെ അങ്ങനെ രാഷ്ട്രീയ കേന്ദ്രമായി ഉപയോഗിക്കാനുള്ള ശ്രമമായിരുന്നു സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതിന്റെ ഏറ്റവും അവസാനത്തെ ഒരു ശ്രമം തന്നെയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. കാരണം പല ഘട്ടങ്ങളിലും സർക്കാരിന്റെ താല്പര്യക്കാർ എപ്പോഴാണോ ഈ കസേരകളിലേക്ക് എത്തുന്നത് അതിനെ പിന്നെ തുടർച്ചയായി കൊണ്ടുപോകാൻ കൂടുതൽ കാലയളവ് ഈ പാർട്ടിക്കാർക്ക് നൽകാനുള്ള ഒരു നീക്കം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ പുതിയ നീക്കത്തിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ പ്രതിമാസ അവരുടെ ശമ്പളം എന്ന് പറയുന്നത് 1,12,000-ലധികം രൂപയാണ്. ഒപ്പം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ശമ്പളം എന്ന് പറയുന്നത് 1,18,000-ലധികം രൂപയാണ്. ഇങ്ങനെ ലക്ഷങ്ങളാണ് ഓരോ ദേവസ്വം ബോർഡ് അംഗങ്ങളും ശമ്പള ഇനത്തിൽ തന്നെ കൈപ്പറ്റിയിരിക്കുന്നത്. അങ്ങനെ അതിന്റെ സുഖമൊക്കെ പിടിച്ച് പറ്റാനുള്ള ഒരു ശ്രമം തന്നെയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെയും പ്രസിഡന്റിന്റെയൊക്കെ ഭാഗത്ത് ഉണ്ടാകുന്നത്. ഇതിന് സമാനമായ രീതിയിൽ സർക്കാരും ഈ ദേവസ്വം ബോർഡിന്റെ ആവശ്യത്തിനൊപ്പം നീങ്ങുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുൻകാലങ്ങളിൽ അത് 4 വർഷമായിരുന്നുവെങ്കിൽ അതിനെ വെട്ടിച്ചുരുക്കിയത് ഇടതുപക്ഷ സർക്കാർ തന്നെയാണ്. കാരണം പ്രയാർ ഗോപാലകൃഷ്ണനുമായിട്ടുള്ള ഒരു ഉരസലിന്റെ അടിസ്ഥാനത്തിലാണ് അത് 2 വർഷമായി സർക്കാർ വെട്ടിച്ചുരുക്കുന്നത്. അതിനുശേഷം വീണ്ടും സർക്കാർ അത് 4 വർഷമായി ഉയർത്താനുള്ള നീക്കം നടത്തുന്നു. പാർട്ടിക്കാർക്ക് വേണ്ടി കൂടുതൽ സംവിധാനങ്ങൾ ദേവസ്വം ബോർഡിന് ഉയർത്തുന്നതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ ഇപ്പോഴത്തെ കാലാവധി നീട്ടാനുള്ള സർക്കാർ നീക്കം എന്ന കാര്യത്തിൽ സംശയമില്ല. വീണ. ശരി വിനീഷ്, അത് വളരെ കൗതുകമുള്ള കാര്യമാണ് നിഖിൽ. കാരണം സ്വന്തക്കാർക്ക് വേണ്ടി ആദ്യം വെട്ടിച്ചുരുക്കുന്നു, പിന്നീട് സ്വന്തക്കാർക്ക് വേണ്ടി തന്നെ അതിന്റെ കാലാവധി നീട്ടുന്നു. അതായത് പ്രയാർ ഗോപാലകൃഷ്ണനും സർക്കാരും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു 2017. അതിനെ തുടർന്ന് പ്രയാർ ഗോപാലകൃഷ്ണനെ അടിയന്തരമായി മാറ്റുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു കാലാവധി വെട്ടിച്ചുരുക്കലിലേക്ക് കൊണ്ടുവന്നത്. കാരണം സർക്കാരിൻ്റെ ഈ പറഞ്ഞ പാർട്ടിയുടെ പല നിലപാടുകൾ, നയങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പ്രയാർ ഗോപാലകൃഷ്ണൻ വലിയൊരു വിലങ്ങുതടിയായി നിന്നിരുന്നു. അദ്ദേഹത്തെ മാറ്റുന്നതിന് വേണ്ടിയാണ് ഇങ്ങനൊരു നിയമത്തിൽ മാറ്റം കൊണ്ടുവന്നത്. അത് വീണ്ടും പാർട്ടിയുടെ ആളുകൾക്ക് വേണ്ടി പിടിമുറുക്കുക, അത് തന്നെയാണ് ഉദ്ദേശം. ഏതായാലും അത് വിനീഷ് വാർത്ത നൽകുകയായിരുന്നു. അപ്പോൾ നോക്കാം ഇനി എന്താണ് അതിന്മേൽ വരാൻ പോകുന്നത് എന്നൊക്കെ. മറ്റൊരു വാർത്തയിലേക്ക് പോകാം. വയനാട് തുരങ്കപാത നിർമ്മാണ അനുമതി സംബന്ധിച്ച് ഉത്തരവ് ഇന്ന് പുറത്തിറങ്ങും. പരിസ്ഥിതി ലോല പ്രദേശത്ത് തുരങ്കപാത നിർമ്മാണത്തിന് സംസ്ഥാന പരിസ്ഥിതി ആഘാത സമിതി കഴിഞ്ഞ ദിവസം അനുമതി നൽകിയിരുന്നു. വിദഗ്ധ സമിതി ശുപാർശ ചെയ്തതോടെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാമെന്നാണ് MLA ലിൻഡ് ജോസഫിൻ്റെ നിലപാട്. എന്നാൽ പദ്ധതിക്കെതിരെ പരിസ്ഥിതി പ്രവർത്തകർ രംഗത്തെത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നുണ്ട്. രശ്മി, ഈ ഒരു വയനാട് തുരങ്കപാത ഇതുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്, ഒപ്പം ഇതിനെതിരെ പ്രതിഷേധവും ഉയരുന്നുണ്ട്. വിവരങ്ങൾ. വയനാട് തുരങ്കപാത നിർമ്മാണവുമായി മുന്നോട്ട് പോവുക തന്നെയാണ്. ഇത് സംബന്ധിച്ച തീരുമാനം, അതായത് അനുമതി പരിസ്ഥിതി ആഘാത സമിതി നൽകിയിരുന്നു. ഈ മാസം 1-ാം തീയതിയായിരുന്നു ഇത് സംബന്ധിച്ചുള്ള യോഗം ചേർന്നത്. ഈ യോഗത്തിലാണ് ഇത്തരത്തിലുള്ളൊരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും നിർമ്മാണ അനുമതി സംബന്ധിച്ചുള്ള ഉത്തരവ് ഇന്ന് പുറത്തിറങ്ങുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചില വ്യവസ്ഥകൾ സമിതി മുന്നോട്ട് വെച്ചിരുന്നു. അതായത് സുരക്ഷാ മുൻകരുതൽ സ്വീകരിക്കണം എന്നുള്ളതാണ് ഈ ഒരു ശുപാർശയിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ സൂക്ഷ്മ സ്കെയിൽ മാപ്പിംഗ് തുടർച്ചയായി നടത്തുകയും അതോടൊപ്പം തന്നെ നിരീക്ഷണം ഏർപ്പെടുത്തുകയും വേണം എന്നുള്ള ശുപാർശയുണ്ട്. അതോടൊപ്പം ടണൽ റോഡിന്റെ ഇരുഭാഗത്തും അതിതീവ്ര മഴ മുന്നറിയിപ്പ് അത് നൽകുന്ന കാലാവസ്ഥാ സ്റ്റേഷനുകൾ സ്ഥാപിക്കണം. അതോടൊപ്പം തന്നെ ഭൂമിയുടെ ഘടന അനുസരിച്ച് ടണലിംഗ് രീതികൾ തെരഞ്ഞെടുക്കണം. ജില്ലാ കളക്ടർ ശുപാർശ ചെയ്യുന്ന 4-അംഗ വിദഗ്ധ സമിതി ഇതെല്ലാം നിരീക്ഷിക്കുന്നതിനായൊരു വിദഗ്ധ സമിതിയെ രൂപീകരിക്കണം. നിർമ്മാണത്തിൽ ഏർപ്പെടുന്നവർക്ക് മതിയായ സുരക്ഷ ഏർപ്പെടുത്തണം തുടങ്ങിയ നിബന്ധനകളാണ് ഈ ആഘാത സമിതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. തന്നെ അപ്പൻകാപ്പ് ആനത്താര സംരക്ഷണം, ബാണാസുര ചിലപ്പൻ പക്ഷിയുടെ സംരക്ഷണം, ഇരവഴിഞ്ഞിപ്പുഴയുടെ സ്വാഭാവിക ഒഴുക്ക് നിലനിർത്തുക തുടങ്ങിയവ ഉറപ്പാക്കണം എന്നുള്ളതും വിദഗ്ധ സമിതിയുടെ നിർദ്ദേശത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നിർമ്മാണ അനുമതി നൽകിയതോടുകൂടി ഇനി അത്തരം പ്രവർത്തനങ്ങളിലേക്ക് ഉടൻ കടക്കുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ പരിസ്ഥിതി പ്രവർത്തകർ അടക്കം രംഗത്ത് പ്രതിഷേധം അറിയിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം ഈ പരിസ്ഥിതി ആഘാത സമിതി ഇത്തരത്തിലുള്ള ശുപാർശകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും തന്നെ കൃത്യമായി പാലിക്കും
പാലിക്കപ്പെടില്ല. പദ്ധതി ഈ കൃത്യമായിട്ടുള്ള ഈ സുരക്ഷാ മുൻകരുതൽ ഉൾപ്പെടെ സ്വീകരിക്കാതെ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാക്കും എന്നുള്ളതാണ് പരിസ്ഥിതി പ്രവർത്തകർ ഉൾപ്പെടെ പറയുന്ന ഒരു കാര്യം. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ്, ഇന്ന് ഔദ്യോഗിക ഉത്തരവ് ഇന്ന് സർക്കാർ പുറത്തിറക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിഖിൽ. രശ്മി, ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ശേഷവും ഈ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോകുന്നതിനെയാണല്ലോ വയനാട് പരിസ്ഥിതി സംരക്ഷണ സമിതി അടക്കം രംഗത്ത് വന്നിരുന്നത്. ഈ പരിസ്ഥിതി ആഘാത പഠന സമിതിയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷവും ഈ വ്യവസ്ഥകൾ പഠിച്ചതിന് ശേഷവും അവരുടെ നിലപാട് എന്താണ്? അവർ കോടതിയിലേക്ക് പോകാനുള്ള സാധ്യതയൊക്കെയാണ് അന്ന് പങ്കുവച്ചിരുന്നത്. ഇപ്പോൾ ഈ ഫിനാൻഷ്യൽ ബിഡ് അടക്കം തുറന്ന് ഈ പ്രവർത്തനവുമായി സർക്കാർ മുന്നോട്ട് പോകുന്ന അവസ്ഥയിലേക്ക് കൂടി എത്തുമ്പോൾ ഇതിനെതിരെയുള്ള പ്രതിഷേധം ഏത് തലത്തിലേക്ക് മാറിയേക്കാം? യെസ്, രശ്മിയിലേക്ക് വരാം. ചെറിയ സാങ്കേതിക തടസ്സമുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. പക്ഷേ ഈ 25 വ്യവസ്ഥകളോടുകൂടിയാണ് ഈ പരിസ്ഥിതി ആഘാത പഠന സമിതി റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് എങ്കിലും അത് കിട്ടിയ മാത്രയിൽ തന്നെ സർക്കാർ ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയെന്നുള്ളതാണ്. പക്ഷേ ഈ കാണുന്ന ദൃശ്യങ്ങൾ നിഖിൽ നമുക്ക് വലിയ ആശങ്ക ഉണ്ടാക്കുന്നതാണ്. അന്ന് നമ്മൾ കണ്ടതാണ് വയനാട്ടിൽ ആ ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടായതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുക. ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായിട്ട് പോലും സർക്കാർ ഒന്നുകൂടി ആലോചിക്കാതെ, നേരത്തെ വീണ പറഞ്ഞതുപോലെ ഈ റിപ്പോർട്ട് കിട്ടിയ പാടെ തന്നെ സർക്കാർ അതുമായി മുന്നോട്ട് പോകുന്ന. രശ്മി, അതാണ് ചോദിച്ചത്. ഈ ഫിനാൻഷ്യൽ ബിഡ് അടക്കം തുറന്നുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോയിരിക്കുകയാണ്. അതേസമയം ഈ പരിസ്ഥിതി ആഘാത പഠന സമിതി മുന്നോട്ട് വച്ച 25 വ്യവസ്ഥകളടക്കമുള്ള കാര്യങ്ങളിൽ ഈ വയനാട് പ്രകൃതി സംരക്ഷണ സമിതിയുടെ നിലപാട് എന്താണ്? അവർ നേരത്തെ കോടതിയിലേക്ക് അടക്കം പോകുമെന്ന കാര്യം വ്യക്തമാക്കിയിരുന്നതാണ്. അവരെങ്ങനെ പ്രതിഷേധിക്കും? കോടതിയിലടക്കം പോകുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നതിൽ പ്രതിഷേധവും നിലവിൽ അറിയിച്ചിട്ടുണ്ട്. കാരണം ഇത്രത്തോളം വ്യവസ്ഥകൾ, ഏതാണ്ട് 20-ലധികം വ്യവസ്ഥകളാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ ശുപാർശകൾ അടക്കമുണ്ട്. പക്ഷെ എങ്കിൽ പോലും അത് കൃത്യമായി പഠിക്കാതെ, അതിൽ ഒന്നുകൂടി പഠനം നടത്താതെ, വിശദമായിട്ടൊരു പഠനം നടത്താതെ മുന്നോട്ട് പോവുക എന്നുള്ളത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് ഈ സമിതി ഉൾപ്പെടെ നിലവിൽ പറയുന്ന ഒരു കാര്യം. കൃത്യമായിട്ടുള്ള പഠനം നടത്തണം, അതിനുശേഷം മാത്രം പദ്ധതിയിലേക്ക് കടക്കണം എന്നുള്ളതാണ്. കാരണം ആ മേഖലയുടെ പ്രത്യേകത നമുക്കറിയാം. വലിയ രീതിയിലുള്ള സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിച്ചില്ല എങ്കിൽ നേരത്തെ ഉണ്ടായ ദുരന്തം അത് നിരവധി ആളുകളുടെ ജീവനെടുത്ത ഒരു സാഹചര്യം ഒക്കെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരത്തിലുള്ളൊരു പദ്ധതി, അത് വയനാട് മേഖലയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ളൊരു തുരങ്കപാത പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ അതിൽ കൃത്യമായിട്ടുള്ള കുറച്ചുകൂടി വിശദമായിട്ടുള്ള പഠനമൊക്കെ നടത്തേണ്ടതുണ്ട്. മാത്രമല്ല ഈ ശുപാർശകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ശുപാർശകളെല്ലാം കൃത്യമായി തന്നെ അത് പാലിക്കപ്പെടേണ്ടതുണ്ട്. ഇതിൽ പരിസ്ഥിതി പ്രവർത്തകർ അടക്കം പറയുന്ന ഒരു കാര്യം, ഈ ശുപാർശകളൊക്കെ തന്നെ വെറുതെ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതൊന്നും തന്നെ പാലിക്കപ്പെടില്ല എന്നുള്ളതാണ് അവർ പറയുന്ന ഒരു കാര്യം. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള നിർമ്മാണത്തിലേക്കൊക്കെ ഉടൻ കടക്കും എന്നുള്ളത് തന്നെയാണ് നിലവിൽ ഇപ്പോൾ അറിയാൻ കഴിയുന്ന. സംബന്ധിച്ചുള്ള ഉത്തരവും ഇന്ന് പുറത്തിറക്കും. ഓക്കെ, രശ്മി വിവരങ്ങൾ നൽകുകയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്തെ ഞെട്ടിച്ച കുറേയധികം സംഭവ വികാസങ്ങളുണ്ടായിരുന്നു. അതായത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് താമരശ്ശേരിയിലെ മുഹമ്മദ് ഷഹബാസിൻ്റെ കൊലപാതകം. ഈ കൊലപാതകത്തിൽ കൂടുതൽ ആളുകളിൽ നിന്ന് ഇന്ന് മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. പോലീസ് കൂടുതൽ ഡിജിറ്റൽ തെളിവുകളും ശേഖരിച്ചിട്ടുണ്ട്. ഇതോടെ ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തവർക്കൊപ്പം സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും ഗൂഢാലോചനയിൽ പങ്കാളിയ വിദ്യാർത്ഥികളും മുതിർന്നവരും കുടുങ്ങും. അതേസമയം പ്രതികൾ പരീക്ഷ എഴുതുന്ന വെള്ളിമാട് കുന്നിലെ ഒബ്സർവേഷൻ ഹോമിന് മുന്നിൽ ഇന്നും പ്രതിഷേധത്തിന് സാധ്യതയുണ്ട്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ദിസ്ന സുരേഷ് ചേരുന്നുണ്ട്. ദിസ്ന, ഈ ഒരു താമരശ്ശേരി കൊലപാതകം, ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ, കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യുന്നു, കൂടുതൽ വിവരങ്ങൾ പോലീസ് ഇന്ന് ശേഖരിക്കും എന്നാണ് അറിയുന്നത്. നമ്മൾ സമൂഹ മാധ്യമങ്ങളടക്കം കണ്ടിരുന്നു കൂടുതൽ കുട്ടികൾ ഈ ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പുകളിലൊക്കെ ആ വെല്ലുവിളികളുമായി വരുന്നു. കൊലപാതകം ആസൂത്രണം ചെയ്യാൻ ഇൻസ്റ്റഗ്രാം അടക്കമുള്ള സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ, ഡിജിറ്റൽ തെളിവുകൾ അടക്കം പോലീസ് ഇന്ന് ശേഖരിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും നിഖിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ മുഹമ്മദ് ഷഹബാസിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കേസന്വേഷണത്തിൽ അന്വേഷണ സംഘം പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഡിജിറ്റൽ തെളിവുകളുടെ ശേഖരണം തന്നെയാണ്. ആദ്യഘട്ടത്തിൽ ഈ മുഹമ്മദ് ഷഹബാസിനെ 6:50 വീട്ടിലേക്ക് കൊണ്ടുവന്ന സുഹൃത്തിന്റെ ഉൾപ്പെടെയുള്ള CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു. കൂടാതെ തന്നെ ഈ കൊലപാതകത്തിന് മുൻപ് വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പുകളിലും ഈ വിദ്യാർത്ഥികൾ കൂട്ടം ചേർന്ന് സംസാരിക്കുന്ന ഓഡിയോ ക്ലിപ്പുകളും ടെക്സ്റ്റ് മെസ്സേജുകളും
തെളിവുകളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. ഇത് കേസന്വേഷണത്തെ വളരെയധികം സഹായകരമാകുമെന്ന നിരീക്ഷണത്തിൽ തന്നെയാണ് അന്വേഷണ സംഘമുള്ളത്. പ്രധാനമായും കഴിഞ്ഞ ദിവസം ഈ 6:50 മുഹമ്മദ് ഷഹബാസിനെ വീട്ടിലെത്തിച്ചതിന് ശേഷം താമരശ്ശേരിയിലെ ഒരു മാളിന് മുൻപിൽ ഈ വിദ്യാർത്ഥികൾ കൂട്ടം ചേർന്ന് സംഘടിക്കുകയും ഈ ആക്രമണത്തിന്റെ കാര്യങ്ങൾ വിശദീകരിക്കുന്നതുമായി സംബന്ധിച്ച തെളിവുകളൊക്കെ തന്നെയും പോലീസിന് ലഭ്യമായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. പ്രധാനമായും ഇവർ കൂട്ടം ചേർന്ന് നിൽക്കുന്നു. ആ മാളിന്റെ ഉടമയാണ് പിന്നീട് ഇവരെ അവിടെ നിന്ന് ഇറക്കി വിടുന്നത് എന്നൊരു കാര്യം തന്നെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അത്തരത്തിൽ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് തന്നെയാണ് കേസന്വേഷണം മുന്നോട്ട് പോയിട്ടുള്ളത്. നമ്മൾ കണ്ടതാണ് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഈ കൊലപാതകത്തിന് ആഹ്വാനം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടതാണ്. താൻ കൊല ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിച്ചത് എന്ന് പറയുന്നത് നമ്മൾ കേട്ടതാണ്. അത്തരത്തിൽ ഡിജിറ്റൽ തെളിവുകളും ശബ്ദ സന്ദേശങ്ങളും ഉപയോഗിച്ച വലിയ രീതിയിലുള്ള അന്വേഷണത്തിലേക്ക് തന്നെയാണ് പോലീസ് കടന്നിരിക്കുന്നത്. അതിൽ പ്രധാനമായും അറിയാൻ സാധിച്ചത് മുതിർന്ന ആളുകളുടെ പങ്കാളിത്തം ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. നേരിട്ടോ അല്ലാതെയോ ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി മുതിർന്ന ആളുകൾ നിർദ്ദേശം നൽകിയിട്ടുണ്ടോ എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. പിതാവ് നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട മുതിർന്ന ആളുകൾക്ക് പങ്കുണ്ട് എന്ന കാര്യം പിതാവ് ഇക്ബാൽ ആരോപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കണം. നമ്മൾ കണ്ടതാണ് TP ശേഖരന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അതിലെ പ്രതിയുടെ സുഹൃത്ത് ഈ 5 വിദ്യാർത്ഥികളിൽ ഒരാളുടെ അച്ഛനാണ്. ഈ നെഞ്ചക്ക് പോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഈ വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ ആക്രമിക്കണമെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പരിശീലനം ലഭ്യമായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയും പോലീസിന് പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത്. അതിൽ ഗൂഢാലോചന കുറ്റം ഉൾപ്പെടെയുള്ളവ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ മുതിർന്ന ആളുകളിലേക്കും ഈ അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള സാധ്യത തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ നിഖിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് ആ 5 വിദ്യാർത്ഥികളും 5 പ്രതികളും ജുവനൈൽ ഹോമിലെ ഒബ്സർവേഷൻ റൂമിലിരുന്ന് രണ്ടാമത്തെ SSLC പരീക്ഷ എഴുതുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് തന്നെയാണ് വിദ്യാർത്ഥി സംഘടനകൾ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ജുവനൈൽ ഹോമിന് മുന്നിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതിപ്പിക്കരുത് എന്ന് പറഞ്ഞ വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ സമാനമായ രീതിയിൽ ഇന്നും പ്രതിഷേധം ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ 5 പ്രതികൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്നലെ ഒരു വിദ്യാർത്ഥിയെ കൂടി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അത്തരത്തിൽ കേസിൽ പ്രതികളുടെ എണ്ണം കൂടി വരുന്നു. അപ്പോൾ കൃത്യമായി ആസൂത്രണം നടത്തി തന്നെയാണ് ഈ മുഹമ്മദ് ഷഹബാസിനെ കൊലപ്പെടുത്തിയത് എന്നൊരു നിഗമനത്തിലേക്ക് തന്നെയാണ് പോലീസ് എത്തിയിട്ടുള്ളത്. ഈ 5 വിദ്യാർത്ഥികളുടെ വീടുകളിലും റെയ്ഡ് നടത്തി അവിടെ നിന്ന് ആയുധങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്തുകയുണ്ടായി. ഇനി ഗൂഢാലോചനയിൽ എത്ര പേർക്ക് പങ്കുണ്ട് എന്ന കാര്യം തന്നെയാണ് പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. നീതിപീഠത്തിലാണ് തനിക്ക് വിശ്വാസമെന്ന് ആ പിതാവ് കഴിഞ്ഞ ദിവസം വരെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയിരുന്നു. ഈ താമരശ്ശേരി ഭാഗത്തൊക്കെ വലിയ രീതിയിൽ ലഹരി മരുന്നുകൾ വ്യാപകമായി പ്രചരണം നടക്കുന്നു എന്ന കാര്യവും ഈ പിതാവ് വ്യക്തമാക്കിയിട്ട് അത്തരത്തിൽ വലിയ രീതിയിലുള്ള ആളുകൾ സംഘം ചേർന്ന് ഈ ആക്രമണത്തിന് പിന്നിൽ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് എത്തിയിരിക്കുന്നത്. അതിന് ആവശ്യമായ ഡിജിറ്റൽ രേഖകൾ, CCTV തെളിവുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നു. കൂടുതൽ വ്യക്തികളിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തുന്നു. പ്രധാനമായും ആദ്യഘട്ടത്തിൽ വിദ്യാർത്ഥികൾ കൃത്യമായ മൊഴി നൽകുവാൻ തയ്യാറായിരുന്നില്ല. എന്നാൽ വിദ്യാർത്ഥികളുടെ മൊഴികൾ രേഖപ്പെടുത്തുന്നു. CCTV ദൃശ്യങ്ങളിൽ, അതായത് ട്യൂഷൻ സെന്ററിനടുത്തുള്ള കടയുടമകളുടെ മൊഴി രേഖപ്പെടുത്തുന്നു. ഇവർ ഇന്നലെ CCTV ദൃശ്യങ്ങൾ ലഭ്യമായിരുന്നു. ആ CCTV ദൃശ്യങ്ങൾ ഒരു മാളിൽ ഇവർ ഒത്തുകൂടുന്നുണ്ട്. ആ മാളിലെ ഉടമസ്ഥതന്റെ ഉൾപ്പെടെയുള്ള മൊഴി രേഖപ്പെടുത്തി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് പോലീസ് ശ്രമിക്കുന്നത്. എന്തായാലും വെള്ളിമാടുകുന്നിലെ ജുവനൈൽ ഹോമിന് മുന്നിലും ഇന്നും പ്രതിഷേധം ഉണ്ടാവുമെന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. വീണ, വിജിലൻസ് പരിശോധനകൾ മുറയ്ക്ക് നടക്കുന്നുണ്ട് സംസ്ഥാനത്ത്. പക്ഷേ അപ്പോഴും കാണാം അഴിമതിയിൽ മുങ്ങി സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥ വർഗം. ദിനം പ്രതി കൈക്കൂലി കേസിൽ പിടിയിലാകുന്നത് നിരവധി ഉദ്യോഗസ്ഥരാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ വിജിലൻസ് പിടിയിലായത് 146 സർക്കാർ ജീവനക്കാർ. പിടിക്കപ്പെട്ടാലും ഒരു വർഷത്തിനിടയിൽ സർവീസിൽ തിരികെ കയറാമെന്നതാണ് ഇത്തരക്കാർക്ക് ആശ്വാസമാകുന്നത്. രശ്മി കാർത്തിക തുടരുന്നുണ്ട് ഇതിൻ്റെ വിവരങ്ങൾ നൽകുന്നതിനായി. രശ്മി, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഈ നിയമങ്ങൾ ഉണ്ട് എങ്കിലും അത് കർശനമായി നടപ്പാക്കാൻ കഴിയാത്തതാണ് വലിയ പ്രശ്നമായി വരുന്നത്. അപ്പോൾ എല്ലായിടത്തും ഉണ്ട് വിജിലൻസ് പരിശോധനകൾ, കൃത്യമായി എല്ലാ വകുപ്പുകളിൽ നടക്കുന്നു, മേഖലകളിൽ നടക്കുന്നു, പിടിക്കപ്പെടുന്നുണ്ട്. പക്ഷെ ഒരു വർഷം കൊണ്ട് തന്നെ തിരികെ കയറാമെന്നുള്ളത് ചെറിയ ലൂപ്പുകളുണ്ട്, അത് ഉദ്യോഗസ്ഥർ കൃത്യമായി ഉപയോഗിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അപ്പോൾ അത് മാത്രം കണക്കിലെടുത്തു, മറ്റൊന്നും നഷ്ടപ്പെടാനില്ല. ഒരു വർഷം മാറി നിൽക്കുക, വീണ്ടും സർവീസിൽ കയറുക. ഈ ഒരു വർഷത്തെ പ്രശ്നം മുഴുവൻ
അടുത്ത ഒരു വർഷം കൊണ്ട് തീർക്കാൻ കഴിയുക എന്നുള്ള രീതിയിലേക്കാണ് ചിന്തകൾ പോകുന്നത്. രശ്മി, അതെ വീണ, ഈ സംസ്ഥാനത്തെ ഈ ഉദ്യോഗസ്ഥ അഴിമതി അത് വലിയ രീതിയിൽ വർദ്ധിക്കുകയാണ്. വിജിലൻസിന്റെ പരിശോധന ഉൾപ്പെടെ നിലവിൽ നടക്കുന്നുണ്ട് സംസ്ഥാന വ്യാപകമായി. പക്ഷേ അഴിമതി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ എണ്ണം, അത് കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥരുടെ എണ്ണം ഓരോ ദിവസം കഴിയുന്തോറും വർദ്ധിച്ചു വരികയാണ്. ഈ കണക്കുകളിൽ പറയുന്നത് ഏറ്റവും കൂടുതൽ അഴിമതി തദ്ദേശ റവന്യൂ വകുപ്പുകളിലാണ് എന്നുള്ളതാണ്. റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് 50 പേരും തദ്ദേശ വകുപ്പിൽ നിന്ന് 47 പേരുമാണ് കൈക്കൂലി കേസിൽ പിടിയിലായിരിക്കുന്നത്. വിജിലൻസിന്റെ സ്പോട്ട് ട്രാപ്പ് പരിശോധന നിലവിൽ സംസ്ഥാന വ്യാപകമായി നടക്കുന്നുണ്ട്. ഇതിൽ ഈ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ പിടിയിലായത് 21 ഉദ്യോഗസ്ഥരാണ്. ഇത് കൈക്കൂലി കേസുകളുടെ മാത്രം കണക്കാണ്. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ അറസ്റ്റിലായിട്ടുള്ളത് 146 ജീവനക്കാർ. 393 പേരാണ് അഴിമതി കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 393 പേർക്കെതിരെയാണ്. അതോടൊപ്പം തന്നെ കൈക്കൂലി കേസിൽ ഏറ്റവും ഉദ്യോഗസ്ഥർ പിടിയിലായിരിക്കുന്ന ജില്ല അത് മലപ്പുറം ജില്ലയാണ്. ഇവിടെ 17 പേർ വിജിലൻസിന്റെ പരിശോധനയിൽ അറസ്റ്റിലായിട്ടുണ്ട്. തിരുവനന്തപുരത്താണെങ്കിൽ 14, ആലപ്പുഴയിൽ 6, കോട്ടയത്ത് 9, ഇടുക്കിയിൽ 13, എറണാകുളത്ത് 6, പാലക്കാട് 12, കോഴിക്കോട് 5 എന്നിങ്ങനെയാണ് ഈ കണക്കുകൾ പറയുന്നത്. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 5, 11, 13 ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ പിടിയിലായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ശമ്പളം കൃത്യമായി ഇവർക്ക് ലഭ്യമാക്കുന്നുണ്ട്. അതിന് പുറമെയാണ് ഈ ഉദ്യോഗസ്ഥർ അഴിമതി നടത്തുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. മാത്രമല്ല, ഈ ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ കൈക്കൂലി കേസുകളിൽ പിടിയിലാവുകയാണെങ്കിൽ അവർക്ക് 1 വർഷത്തെ സസ്പെൻഷന് ശേഷം വീണ്ടും അവർ ജോലിയിൽ പ്രവേശിക്കുന്നു എന്നുള്ളത് കൂടിയുണ്ട്. നിയമം കൂടുതൽ കർശനമാക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ പറയേണ്ട ഒരു കാര്യം. ഈ സ്പോട്ട് ട്രാപ്പ് പരിശോധന എന്നൊക്കെ പറഞ്ഞ് വിജിലൻസ് സംസ്ഥാന വ്യാപകമായി പരിശോധനയൊക്കെ നടത്തുന്നുണ്ട് എന്ന് പറയുന്നു. ഇത്രത്തോളം പേരെ പിടിയിലാകുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു കർശനമായൊരു നടപടികളിലേക്കൊന്നും തന്നെ കടക്കുന്നില്ല. 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തതിന് ശേഷം വീണ്ടും ഇവർ തിരിച്ച് സർവീസിലേക്ക് തന്നെ കയറുന്നു. അപ്പോൾ അത് തന്നെയാണ് ഇവർ വീണ്ടും ഈ അഴിമതി കാണിക്കാനുള്ള ഒരു കാരണമായി പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ അഴിമതി ഈ റിപ്പോർട്ട് ചെയ്യുന്നത് തദ്ദേശ വകുപ്പിലും ഒപ്പം തന്നെ റവന്യൂ വകുപ്പിലാണ്. ഇത് കൈക്കൂലി വാങ്ങുന്നവരുടെ കണക്ക് മാത്രമാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറ്റു തരത്തിലുള്ള അഴിമതികളും കാട്ടുന്നുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ യഥേഷ്ടം അഴിമതി കാണിക്കുന്നു. അതിനൊപ്പം തന്നെ വലിയൊരു തുക ശമ്പളമായി വാങ്ങുന്നു. ഇതിലൊന്നും തന്നെ കൃത്യമായൊരു നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. അത് തന്നെയാണ് അവരെ വീണ്ടും ഇത്തരത്തിൽ കൈക്കൂലി വാങ്ങുന്നതിനും അഴിമതി നടത്തുന്നതിനും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഏതായാലും ഇത്തരത്തിൽ അഴിമതി നടത്തുന്ന ഉദ്യോഗസ്ഥരുടെ എണ്ണം ഓരോ ദിവസം കഴിയുന്തോറും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വഖഫ് ഭേദഗതി വിഷയത്തിൽ ഇടത് വലതു മുന്നണികളുടെ ഇരട്ടത്താപ്പ് തുറന്നു കാണിച്ചുള്ള പ്രത്യക്ഷ സമരത്തിലേക്ക് കടന്ന മുനമ്പം ഭൂ സമരസമിതിയും BJPയും വെള്ളിയാഴ്ച ഹൈബി ഈഡൻ MPയുടെ ഓഫീസിലേക്ക് ഭീമഹർജിയുമായി മുനമ്പത്തെ വഖഫ് അധിനിവേശത്തിൻ്റെ ഇരകളെത്തും. വഖഫ് ഭേദഗതി ബില്ലിനെ പിന്തുണയ്ക്കണമെന്നാവശ്യപ്പെട്ട BJP പ്രവർത്തകർ കേരളത്തിലെ MPമാർക്ക് ഇന്ന് കത്തെഴുതും. വിവരങ്ങളുമായി കിരൺ കുമാർ ചേരുന്നുണ്ട്. കിരൺ, മുനമ്പത്തെ വഖഫ് അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം അത് വീണ്ടും കടുപ്പിക്കുകയാണ്. MP ഹൈബി ഈഡൻ്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നു. ഒപ്പം BJP MPമാർക്ക് ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ബില്ലിനെ, വഖഫ് ഭേദഗതി ബില്ലിനെ അനുകൂലിക്കണം എന്നാവശ്യപ്പെട്ട്, പിന്തുണയ്ക്കണം എന്നാവശ്യപ്പെട്ട് BJP കേരളത്തിലെ MPമാർക്ക് ഇന്ന് കത്ത് എഴുതുന്നുണ്ട്. വിവരങ്ങൾ. നിഖില, ഈ വഖഫ് ഭേദഗതി ബില്ലിൻ്റെ ചർച്ച പാർലമെൻറ്റിൽ ആരംഭിക്കാനിരിക്കെ ഈ വിഷയത്തിൽ കേരളത്തിൽ നിന്നുള്ള MPമാർ ഏത് നിലപാടെടുക്കും എന്നുള്ളത് വലിയ രീതിയിൽ തന്നെയാണ് മുനമ്പത്തെ ജനങ്ങൾ നോക്കിക്കാണുന്നത്. ഏതായാലും കേരളത്തിൽ നിന്നുള്ള MPമാർ ബില്ലിനെ എതിർക്കും എന്നുള്ള ഒരു സാഹചര്യം തന്നെ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു സാഹചര്യത്തിൽ ഇതിന് ബില്ലിനെ അനുകൂലിക്കുന്ന നിലപാടെടുക്കണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് പ്രധാനമായിട്ടും മുനമ്പത്തെ ജനങ്ങൾ ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് എറണാകുളം MP ഹൈബി ഈഡൻ അടക്കമുള്ള ആളുകൾ ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് പലതവണ മുനമ്പത്ത് എത്തിയിട്ടുള്ളതാണ്. എന്നാൽ പാർലമെന്റിൽ എത്തുന്ന സമയത്ത് ഇവർ ബില്ലിനെ എതിർക്കുകയും ചെയ്യുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഇരട്ടത്താപ്പ് സമീപനം കേരളത്തിൽ നിന്നുള്ള MPമാർ ഒഴിവാക്കണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് പ്രധാനമായിട്ടും മുനമ്പത്തെ ജനങ്ങൾ ഉന്നയിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ വഖഫിൻ്റെ അധിനിവേശത്തിനെതിരായി സമരം നടത്തുന്ന 610 കുടുംബങ്ങൾ, മുനമ്പത്തുള്ള ഈ 610 കുടുംബങ്ങൾ തയ്യാറാക്കിയിട്ടുള്ള ഭീമഹർജിയുമായി ഹൈബി ഈഡൻ്റെ ഓഫീസിലേക്ക് ഇവർ മാർച്ച് നടത്താനായിട്ട് ഒരുങ്ങുന്നത്. വെള്ളിയാഴ്ച MPയുടെ ഓഫീസിലെത്തുകയും ഈ ഭീമഹർജി സമരസമിതി പ്രവർത്തകർ ഹൈബി ഈഡന് കൈമാറുകയും ചെയ്യും. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് കേരളത്തിൽ നിന്നുള്ള മുഴുവൻ MPമാരും ഈ ബില്ലിനെ പിന്തുണക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് BJP കത്തെഴുതാനായിട്ടും തയ്യാറാവുന്നത്. ഇന്ന് BJP എറണാകുളം ജില്ലാ സിറ്റി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ BJP പ്രവർത്തകർ ഒത്തുകൂടുകയും ഈ ഭീമഹർജി തയ്യാറാക്കുകയും അത് MPമാർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട്
കേരളത്തിലെ ഇടതു വലതു മുന്നണികൾ ഇരട്ടത്താപ്പാണ് സ്വീകരിക്കുന്നത് എന്നുള്ളൊരു ആക്ഷേപം നേരത്തെ തന്നെ ഉയർന്നിരുന്നതാണ്. ഈ സമരപ്പന്തലിലെത്തി സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു, എന്നാൽ നേരെ പാർലമെന്റിലേക്ക് ചെല്ലുമ്പോൾ ഇവർ ഇതിനെ എതിർത്ത് സംസാരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഏതായാലും ഈ മുനമ്പത്തെ ജനങ്ങളോടൊപ്പം തന്നെ നിൽക്കണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് പ്രധാനമായിട്ടും ഈ സമരസമിതി ഉന്നയിക്കുന്നത്. ഇനി മുനമ്പത്തെ ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചു കഴിഞ്ഞാൽ സമരപരിപാടികൾ ശക്തമാക്കാനും മുനമ്പം സമരസമിതി തീരുമാനിക്കുന്നുണ്ട്. ഏതായാലും ഇതിൻ്റെ ഭാഗമായിട്ട് കടലിൻ്റെ മക്കൾ കടലിലേക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് സമരപരിപാടികൾ ശക്തമാക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ് മുനമ്പം സമരസമിതി അറിയിച്ചിരിക്കുന്നത്. ശരി കിരൺ, ഇനി പാതിവില തട്ടിപ്പ് കേസ്, കംപ്ലീറ്റ് തട്ടിപ്പും അഴിമതിയും വെട്ടിപ്പും ഒക്കെയാണ് നമ്മൾ രാവിലെ മുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു അല്ലേ? അല്ല, ഈ മലയാളികളെ സംബന്ധിച്ച് ഈ തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ അത് ഓരോ രീതിയിൽ വന്നാലും അത് കൃത്യമായി അതിലെല്ലാം കൊണ്ടുപോയി തലവെക്കും എന്നുള്ളതാണ് ഏറ്റവും രാവിലെ എല്ലാവരും ചോദിക്കുന്നത്. കാരണം പോസിറ്റീവായിട്ടുള്ള വാർത്തകളൊന്നും ഇല്ലേ എന്ന് ചോദിക്കാറുണ്ട്. സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമുക്ക് പറഞ്ഞേ മതിയാകും. ഓക്കെ, പതിവില തട്ടിപ്പിന്റെ കാര്യത്തിലേക്ക് വന്നാൽ മുഖ്യപ്രതി അനന്തു കൃഷ്ണനെ വിവിധ ക്രൈംബ്രാഞ്ച് യൂണിറ്റുകൾ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. 570 കേസുകളാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുന്നത്. ഓരോ ജില്ലയിലെ തട്ടിപ്പുകൾ അന്വേഷിക്കാനും പ്രത്യേക സംഘങ്ങളാണുള്ളത്. പാതിവില തട്ടിപ്പിൽ ED അന്വേഷണവും പുരോഗമിക്കുകയാണ്. കിരൺകുമാർ തുടരുന്നുണ്ട് വിവരങ്ങൾക്കായി. കിരൺ, അപ്പോൾ ഈ 570 കേസുകൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട്. വിവിധ ജില്ലകളിൽ വിവിധ തരത്തിലുള്ള സംഘങ്ങളാണ് അന്വേഷണം നടത്തുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇന്നിപ്പോൾ ഈ മുഖ്യപ്രതി അനന്തു കൃഷ്ണനെ വിവിധ ക്രൈംബ്രാഞ്ച് യൂണിറ്റുകൾ ചോദ്യം ചെയ്യുമ്പോൾ ഇന്ന് ഏത് യൂണിറ്റ് ആണ് ചോദ്യം ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ? വീണ, ഈ പാതിവല തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 11 ക്രൈംബ്രാഞ്ച് യൂണിറ്റുകളാണ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കേസുകളിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളിൽ പ്രത്യേകം കസ്റ്റഡിയിൽ വാങ്ങി തന്നെയാണ് അനന്തുവിനെ ചോദ്യം ചെയ്തത്. ഇത് ഓരോ കേസിൻ്റെയും വ്യാപ്തി അനുസരിച്ച് ഒരു ദിവസവും 2 ദിവസവും ഒക്കെ ആയിട്ട് പലതവണ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തത് എറണാകുളം പോത്താനിക്കാട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളിലാണ്. ഇവിടെ മാത്രം 27 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നാണ് കണ്ടെത്തിയിരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാളെ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇനി ഏതായാലും മറ്റ് കേസുകളിൽ കൂടി ഇയാളെ കസ്റ്റഡിയിലേക്ക് വാങ്ങുന്നതിന് വേണ്ടിയുള്ള നീക്കം തന്നെയാണ് പ്രധാനമായിട്ടും ക്രൈംബ്രാഞ്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ക്രൈംബ്രാഞ്ച് സംഘങ്ങൾ കസ്റ്റഡിയിൽ വാങ്ങുന്നതോടൊപ്പം തന്നെ ഇയാളുമായി തെളിവെടുപ്പടക്കമുള്ള കാര്യങ്ങളും പൂർത്തീകരിച്ചിരുന്നു. ഈ പോത്താനിക്കാട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളുമായി ബന്ധപ്പെട്ട് പോത്താനിക്കാടും ഒപ്പം തന്നെ ഇയാളുടെ തൊടുപുഴയിലെ വീടിന് സമീപം എത്തിച്ചും ഇയാളെ തെളിവെടുപ്പുകൾ നടത്തിയിരുന്നു. മാത്രവുമല്ല, ഈ കൊച്ചി കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുള്ള ഇയാളുടെ ഓഫീസിൽ ആണ് പ്രധാനമായിട്ടും ഈ തട്ടിപ്പിൻ്റെ ആസൂത്രണം നടന്നിട്ടുള്ളത് എന്നായിരുന്നു ക്രൈംബ്രാഞ്ച് സംഘം കണ്ടെത്തിയിരുന്നത്. ഇവിടെ 2 ദിവസത്തോളം ക്രൈംബ്രാഞ്ച് സംഘം പരിശോധന നടത്തിയിരുന്നു. വിവിധ രേഖകളടക്കം ഇവിടെ നിന്നും പിടിച്ചെടുക്കുകയും ഈ കാര്യങ്ങൾ ക്രൈംബ്രാഞ്ച് പരിശോധിച്ചു വരികയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്ന അതേ സമയത്ത് തന്നെ EDയുടെ അന്വേഷണവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ ED കൂടി ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്നെങ്കിൽ കസ്റ്റഡിയിൽ വാങ്ങുകയോ അല്ലെങ്കിൽ ഇയാളെ റിമാൻഡിലുള്ള ജയിലിലെത്തി ചോദ്യം ചെയ്യുന്നതിനോ വേണ്ടിയുള്ള നീക്കങ്ങൾ കൂടി ഏതായാലും EDയുടെ ഭാഗത്തുനിന്ന് കൂടി ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീണ. ഓക്കെ, ശരി കിരൺ. മറ്റൊരു തട്ടിപ്പിൻ്റെ വാർത്തയിലേക്കാണ് പോകുന്നത്. തിരുവനന്തപുരം ചെങ്കോട്ടുകോണത്ത് ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ്. സഹകരണ സ്ഥാപനങ്ങളിൽ ജോലി നൽകാമെന്ന് പറഞ്ഞ് നിരവധി പേരിൽ നിന്നും ലക്ഷങ്ങളാണ് തട്ടിയെടുത്തത്. പല തവണയായി പലയിടങ്ങളിൽ നിന്നായി സൗത്ത് കേരള സോഷ്യൽ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മുൻ ചുമതലക്കാരനായ സത്യദാസ് പണം തട്ടിയെടുത്ത് എന്നാണ് ആരോപണം. തിരുവനന്തപുരം ചെങ്കോട്ടുകോണം സ്വദേശിയായ സത്യദാസ് സൗത്ത് കേരള സോഷ്യൽ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മുൻ പ്രസിഡന്റാണ്. സത്യദാസ്, പത്മകുമാർ എന്നിവർ ചേർന്നാണ് തട്ടിപ്പ് നടത്തിയെന്നാണ് തട്ടിപ്പിനിരയായവർ ഉന്നയിക്കുന്ന ആരോപണം. പലതവണയായി പലയിടങ്ങളിൽ നിന്നായി സൗത്ത് കേരള സോഷ്യൽ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മുൻ ചുമതലക്കാരനായ സത്യദാസ് പണം തട്ടിയെടുത്തു എന്നാണ് ഉയരുന്ന ആക്ഷേപം. 5 വർഷത്തോളമായി സഹകരണ സ്ഥാപനങ്ങളിൽ ജോലി നൽകാമെന്ന് പറഞ്ഞ് നിരവധി പേരിൽ നിന്നും ലക്ഷങ്ങളാണ് ഇയാൾ തട്ടിയെടുത്തത്. എൻ്റെ നിന്ന് 1 ലക്ഷം രൂപ വാങ്ങിച്ചു. അത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിൽ ട്രിവാൻഡ്രം ക്ലബ്ബിൽ വെച്ചാണ് എൻ്റെ നിന്ന് പൈസ വാങ്ങിച്ചത്. ഈ സത്യദാസും ഗോപൻ എന്ന് പറയുന്ന ആളും ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് തകരപ്പറമ്പിൽ ഉള്ള ഒരു സൊസൈറ്റിയിൽ എനിക്ക്
എൻ്റെ ശേഷാറിന് ജോലി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞ് 3 ലക്ഷം രൂപ എൻ്റെ നിന്ന് വാങ്ങിച്ചു. ഇയാൾ ആ സൊസൈറ്റിയും പൊളിഞ്ഞപ്പോഴാണ് എൻ്റെ നിന്ന് 3 ലക്ഷം രൂപ വാങ്ങിക്കുകയും അതിന് ഒരു കള്ള ബോണ്ട് തരികയും ചെയ്തു. ഇവരിൽ ചിലർക്ക് തകരപ്പറമ്പിൽ പ്രവർത്തിച്ചിരുന്ന ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എന്ന സഹകരണ സ്ഥാപനത്തിന്റെ പേരിലും നിക്ഷേപം തട്ടിയതായും വ്യാജ സർട്ടിഫിക്കറ്റുകൾ, ചെക്കുകൾ എന്നിവ നൽകിയെന്നും ആരോപണമുണ്ട്. ചിലർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടും സത്യദാസിന്റെ രാഷ്ട്രീയ ഇടപാടുകളെ തുടർന്ന് FIR എടുത്ത് അന്വേഷണം നടത്തിയിട്ടില്ല എന്നും ആരോപണമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അസിസ്റ്റന്റ് രജിസ്ട്രാർക്ക് നിക്ഷേപകർ പരാതി നൽകിയിട്ടും യാതൊരുവിധ നടപടിയും സ്വീകരിച്ചില്ല എന്നുള്ള പരാതിയും ഉയരുന്നു. പത്മകുമാർ ഇയാളെന്ന് പറഞ്ഞ് ഇവർ 2 പേരുമാണ് അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു ലേഡിയുണ്ട്. അവനെ ഞങ്ങൾ അവിടെ പോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അവിടെ പോസ്റ്റ് ചെയ്തു. 3 മാസം അവിടെ ജോലി ചെയ്ത് ആകെ കൊടുത്തത് 15,000 രൂപയാണ് കൊടുത്തത്. അവിടെ ജനങ്ങൾ നിരന്തരം ഇടിച്ചു കയറിയപ്പോൾ ആ ബാഗ് അവിടെ അടച്ചിടേണ്ടി വന്നു. AR ഓഫീസിൽ പോയി തിരക്കിയപ്പോൾ AR ഓഫീസിൽ ഇയാളെപ്പറ്റി എന്ത് പറയാലും അവർക്കറിയേണ്ട കാര്യമില്ല, ഞങ്ങൾക്കിത് അറിഞ്ഞൂടാ എന്ന് പറഞ്ഞ നിലപാടാണ്. ആ AR ഓഫീസിലും അതുപോലെ തന്നെ ഈ സഹകരണ വകുപ്പിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ഇയാൾക്ക് നല്ല ബന്ധമുണ്ട്. സഹകരണ വകുപ്പിൽ നിക്ഷേപകർ നൽകിയ പരാതിയിൽ അന്വേഷണം നടത്താതെ പുതിയ സഹകരണ സ്ഥാപനങ്ങൾ തുടങ്ങാൻ സത്യദാസിന് വകുപ്പ് തന്നെ അനുമതി നൽകിയിട്ടുണ്ടെന്നാണ് ഉയരുന്ന മറ്റൊരാക്ഷേപം. ഈ പരാതി അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ മുന്നിൽ ഉന്നയിച്ചപ്പോൾ രജിസ്ട്രാറുടെ നിലപാട് ഇങ്ങനെ: സാറേ, ഈ സത്യദാസ് പുതിയ ഒരു സൊസൈറ്റി തുടങ്ങിയിട്ടുണ്ട്, പന്തലക്കോട്. ഒന്നും തുടങ്ങിയിട്ടില്ല. ഞങ്ങളത് JR ജോയിന്റ് രജിസ്ട്രാർ ഇപ്പൊ തന്നെ ഡയറക്ഷൻ തന്നു. നിങ്ങൾ ഈ പറയുന്ന പോലെ ഒരാൾക്ക് അങ്ങനെയൊന്നും ഒരു എവിടെയെങ്കിലും തുടങ്ങി മെമ്പർഷിപ്പ് കൊടുക്കാന്ന് ഞങ്ങൾ അന്വേഷിക്കും. ജോയിന്റ് രജിസ്ട്രാർ വിളിച്ച് കർശനമായിട്ട് പറഞ്ഞിട്ട് എന്താണ് നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിയമപരമായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ചെയ്യും. എന്തു ചെയ്യണമെന്നറിയാതെ നട്ടം തിരിയുകയാണ് നിക്ഷേപകരും ജോലിക്കായി പണം നൽകിയ നിരവധി പേരും. പലരും അഭിമാനം ഭയന്ന് തട്ടിപ്പ് വിവരം പുറത്തു പറയാൻ മടിക്കുന്നു. പോലീസും സഹകരണ വകുപ്പും പ്രതിയെ സംരക്ഷിക്കുന്നത് അവസാനിപ്പിക്കണമെന്നാണ് തട്ടിപ്പിനിരയായവരുടെ ആവശ്യം. ജനം, തിരുവനന്തപുരം. പാകിസ്ഥാനിൽ സൈനിക താവളത്തിന് നേരെയുള്ള ഭീകരാക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെട്ടു, 36 പേർക്ക് പരിക്കേറ്റു. ഖൈബർ പഖ്തൂൺ പ്രവിശ്യയിലാണ് ചാവേറാക്രമണം ഉണ്ടായത്. റംസാൻ മാസത്തിൽ ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കുന്നവരെയാണ് ഭീകരർ ലക്ഷ്യമിട്ടത്. ICC ചാമ്പ്യൻസ് ട്രോഫി 2ാം സെമി ഇന്ന് ലാഹോറിൽ നടക്കാനിരിക്കെ കൂടിയാണ് ഈ സ്ഫോടനം. പാകിസ്ഥാനിലെ ഇത്തരം സാഹചര്യങ്ങൾ മുന്നിൽ കണ്ട ഇന്ത്യ ടീമിന് പാകിസ്ഥാനിലേക്ക് അയച്ചിരുന്നുമില്ല. ഗൗതം അനന്തനാരായണൻ ചേരുന്ന വിവരങ്ങളുമായി. ഗൗതം, വളരെ ഒരു പ്രാധാന്യത്തോടെ കാണേണ്ട ഭീകരാക്രമണമാണ് ഇതെന്ന് പറയേണ്ടി വരും. സൈനിക താവളത്തിന് നേരെയാണ് പാകിസ്ഥാനിൽ ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഉത്തരവാദിത്വം ആര് ഏറ്റെടുത്തു? വിവരങ്ങൾ. വീണ, ഖൈബർ പഖ്തൂൺ പ്രവിശ്യയിൽ ഉണ്ടായ ഈ ഭീകരാക്രമണത്തിൻ്റെയും ഉത്തരവാദിത്തം നിലവിൽ ഭീകര സംഘടനകൾ സ്വയം ഏറ്റെടുത്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ പാകിസ്ഥാനിലെ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ അവിടുത്തെ സർക്കാർ സംവിധാനങ്ങളും വിശദീകരിക്കുന്നത് ഇത് താലിബാൻ, അതായത് പാക് താലിബാനാണ് ഈ ഒരു ഭീകരാക്രമണത്തിന് പിന്നിൽ എന്നത് തന്നെയാണ്. കാരണം ഈ ഖൈബർ പഖ്തൂൺ പ്രവിശ്യ എന്ന് പറയുന്നത് ഈ താലിബാന് വലിയ സ്വാധീനമുള്ളൊരു മേഖലയാണ്. പ്രത്യേകിച്ച് പാക് താലിബാൻ ലക്ഷ്യമിടുന്നത് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്നത് പോലെയുള്ള ഒരു പൂർണ്ണമായ ശരീഅത്ത് അടിസ്ഥാനത്തിലുള്ള ഒരു ഇസ്ലാമിക രാജ്യം. നമുക്കറിയാം, പാകിസ്ഥാനും ഭരണഘടനയിൽ ഔദ്യോഗിക മതമായി ഇസ്ലാമിനെ ഉയർത്തി കാണിച്ചുകൊണ്ട് അതൊരു ഇസ്ലാമിക രാജ്യം തന്നെയാണ്. പക്ഷേ അഫ്ഗാനിസ്ഥാൻ മോഡലിൽ ഒരു ഭീകര സംഘടനയായ താലിബാൻ ഭരിക്കുന്ന രീതിയിൽ പാകിസ്ഥാനിലെ ഈ ഖൈബർ പഖ്തൂൺ പ്രവിശ്യയെയും മാറ്റുക എന്നതാണ് ഈ പാകിസ്ഥാൻ തെഹരീക്കെ താലിബാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നത്. അതിനായി അവർ ഈ പ്രവിശ്യയിൽ തുടർച്ചയായി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ ഒരു കാലത്ത് അയൽ രാജ്യങ്ങൾക്ക് ഭീകരവാദത്തെ കയറ്റി അയച്ച് തലവേദന സൃഷ്ടിച്ച ഒരു രാജ്യമാണെങ്കിൽ ഇപ്പോൾ പാകിസ്ഥാന് ഇസ്ലാമിക ഭീകരവാദം സ്വയം ഒരു വലിയ തലവേദനയായി മാറുന്നു എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഈ ഭീകരാക്രമണത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു ഘടകം, റംസാൻ വ്രതം തുടങ്ങി ഏതാണ്ട് 2ാമത്തെ ദിവസത്തിലാണ് ഈ ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നത്. ഈ ഭീകരർ ലക്ഷ്യമിട്ടത്
ഈ സൈനിക ക്യാമ്പിനകത്തൊരു ഇഫ്താർ വിരുന്ന് നടക്കുന്നുണ്ടായിരുന്നു. റംസാൻ സമയങ്ങളിൽ സാധാരണയായി വൈകുന്നേരങ്ങളിൽ ഈ നൊയമ്പ് മുറിച്ചതിന് ശേഷം നടക്കുന്ന ഇഫ്താർ വിരുന്നാണ്. ആ ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ഇസ്ലാമിക മതവിശ്വാസികളെ തന്നെയാണ് ഇസ്ലാമിക ഭീകരവാദികൾ പാകിസ്ഥാനിൽ ലക്ഷ്യമിട്ടുകൊണ്ട് ഈ ഭീകരാക്രമണം നടത്തിയത് എന്നതാണ് എടുത്തു കാണേണ്ടത്. എന്തായാലും നിലവിൽ 12 പേർ മരണപ്പെട്ടിരിക്കുന്നു. ഇതിൽ 4 കൊച്ചു കുട്ടികളുമുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഏതാണ്ട് 36ഓളം ആളുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുമുണ്ട്. എന്തായാലും പാകിസ്ഥാനിൽ ഈ റംസാൻ സമയങ്ങളിലൊക്കെ തുടർച്ചയായി ഭീകരാക്രമണങ്ങൾ നടക്കാറുണ്ട്. ഈ വർഷവും അതിലൊരു മാറ്റവുമില്ല എന്നതാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കേണ്ടത്. മാത്രമല്ല ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാക് തെഹരീക്കെ താലിബാൻ ആണെങ്കിൽ ഈ ഖൈബർ പഖ്തൂൺ പ്രവിശ്യയെ അഫ്ഗാനിസ്ഥാനോട് ചേർക്കാനോ അതല്ലെങ്കിൽ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമാക്കി മാറ്റുവാനോ ഉള്ള വലിയ ശ്രമം നടത്തുന്നു. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം ഒരുപക്ഷേ ഈ സൈനിക ക്യാമ്പിന് നേരെയും ഇപ്പോൾ ഭീകരാക്രമണം ഇവർ നടത്തിയിരിക്കുന്നത്. മാത്രമല്ല ചാമ്പ്യൻസ് ട്രോഫി നടക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. നേരത്തെ തന്നെ ഭാരതം ഈ കാര്യത്തിൽ ചില ആശങ്ക മുന്നോട്ട് വെച്ചിരുന്നു. കാരണം പാകിസ്ഥാൻ ഒരു ഭീകരവാദത്തിൻ്റെ ഒരു വിളനിലമാണ്. അതിനാൽ അവിടേക്ക് എങ്ങനെയാണ് തങ്ങളുടെ ടീമുകളെ അയക്കാൻ കഴിയുക എന്ന ആശങ്കയാണ് BCCI ICCക്ക് മുന്നിലൊക്കെ അന്ന് വെച്ചിരുന്നത്. എന്തായാലും BCCI ഉൾപ്പെടെ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ശരിവെക്കുകയാണ്. കാരണം ഇന്നിപ്പോൾ ചാമ്പ്യൻസ് ട്രോഫിയുടെ 2ാമത്തെ സെമി ഫൈനൽ ലാഹോറിൽ വെച്ച് നടക്കുന്നു. ദക്ഷിണാഫ്രിക്കയും ന്യൂസിലൻഡും തമ്മിലാണ് ഈ സെമി ഫൈനലിൽ ഏറ്റുമുട്ടുന്നത്. അതിനിടയിലാണ് ആ രാജ്യത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ഇത്തരം അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത്. അതിനാൽ ഈ ടീമിനെ അയച്ചിരിക്കുന്ന രാജ്യങ്ങൾക്കെല്ലാം ഇപ്പോൾ അതിൽ വലിയ ആശങ്ക രൂപപ്പെടുന്നു. ഇതാണ് ഭാരതം നേരത്തെ തന്നെ പറഞ്ഞത്. പാകിസ്ഥാനിലെ സാഹചര്യങ്ങൾ ശരിയല്ല, അവിടെ ഒരു ടൂർണമെൻറ്റും ചാമ്പ്യൻഷിപ്പും നടത്താൻ കഴിയുന്ന പശ്ചാത്തലമല്ല ഉള്ളത്. അതിനാൽ ഈ ICC ചാമ്പ്യൻസ് ട്രോഫി പോലെ ഇത്തരം ടൂർണമെൻറ്റുകൾ ആ രാജ്യത്ത് നടത്തരുത് എന്ന വികാരം ഇന്ത്യ മുന്നോട്ട് വെച്ചതാണ്. പക്ഷേ അന്ന് അത് ചെവികൊള്ളാതെ അല്ലെങ്കിൽ മുൻപ് ഷെഡ്യൂൾ ചെയ്യുന്നതാണ് ഈ മത്സരങ്ങളെല്ലാം. അതിനാൽ അവിടെ വെച്ച് തന്നെ ICC അത് നടത്തുകയായിരുന്നു. എന്തായാലും ഇന്ന് ഈ ഭീകരാക്രമണത്തിൻ്റെ ആശങ്ക ഉയർന്നു നിൽക്കുന്ന ഈ സമയത്ത് തന്നെയാണ് 2ാമത്തെ സെമി ഫൈനൽ ഇന്നിപ്പോൾ ലാഹോറിൽ നടക്കാൻ പോകുന്നത്. വീണ. ഓക്കെ, ശരി. ഗൗതം അനന്തനാരായണൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇന്ന് സുശീല ദീദി ജന്മദിനം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ വിപ്ലവ നക്ഷത്രം. കൊളോണിയൽ ഇന്ത്യയിലെ പഞ്ചാബ് പ്രവിശ്യയിൽ ഒരു സൈനിക ഡോക്ടറുടെ മകളായി ജനിച്ച് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ വിപ്ലവ നായികയായി മാറിയ ധീരവനിതയായിരുന്നു സുശീല ദീദി. ഇന്ന് മാർച്ച് 5 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ വിപ്ലവ നക്ഷത്രം സുശീല ദീദിയുടെ ജന്മദിനം. കൊളോണിയൽ ഇന്ത്യയിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ഒരു സൈനിക ഡോക്ടറുടെ മകളായി 1905 മാർച്ച് 5 ജനിച്ചു. സുശീല ദീദിയുടെ കോളേജ് വിദ്യാഭ്യാസം ജലന്ധറിലെ ആര്യ വനിതാ കോളേജിലായിരുന്നു. ചെറുപ്പത്തിലെ തന്നെ കവിതകൾ രചിക്കുമായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളെ തൂക്കിലേറ്റിയ സംഭവം സുശീല ദീദിയുടെ മനസ്സിൽ ദേശീയതയുടെ വിത്തുപാക്കി. സുശീല ദീദി ദേശീയത ഉണർത്തുന്ന കവിതകൾ എഴുതി അങ്ങനെ പ്രശസ്തയായി. ഭഗവതി ചരൺ വോറയുടെ സ്വാധീനത്താൽ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷനിൽ ചേർന്നു. ഭഗത് സിംഗും ബതുകേശ്വർ ദത്തും അസംബ്ലിയിൽ ബോംബെറിഞ്ഞതിനു ശേഷം പിടിക്കപ്പെട്ടപ്പോൾ സുശീല ദീദിയും ദുർഗാഭായിയും ചേർന്ന് മറ്റുള്ളവരെ രക്ഷപ്പെടാൻ സഹായിച്ചു. പുരുഷവേഷം ധരിച്ച് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ പങ്കെടുക്കുകയും ബാലഗംഗാധര തിലകന്റെ തീവ്രവാദ പാർട്ടിയിൽ ചേരുകയും ചെയ്തു. ബ്രിട്ടീഷ് പോലീസ് സുശീല ദീദിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. വനിതാ പ്രവർത്തകർക്കൊപ്പം വിപ്ലവ സാഹിത്യം വിതരണം ചെയ്യുകയും കക്കോരി രക്തസാക്ഷികളുടെ ശിക്ഷയെക്കുറിച്ചുള്ള വാർത്തകൾ കേട്ടപ്പോൾ ഭഗത് സിംഗ് ഡിഫൻസ് കമ്മിറ്റി എന്ന പേരിൽ വനിതാ ആക്ടിവിസ്റ്റുകളുടെ ഒരു സംഘം രൂപീകരിക്കുകയും ലാഹോർ ഡൽഹി ഗൂഢാലോചന കേസുകളുടെ വിചാരണയ്ക്കായി പണം ശേഖരിക്കുകയും ചെയ്തു. മേവാർ പാഠാൻ എന്ന പേരിൽ ഒരു നാടകം രചിച്ച് അത് തെരുവുകളിൽ അവതരിപ്പിച്ച് സാമ്പത്തിക ശേഖരണം നടത്തി. 1947 ഭാരതം സ്വാതന്ത്ര്യം നേടിയ ശേഷം പഴയ ഡൽഹിയിലെ ബല്ലിമാരൻ പരിസരത്ത് സ്ത്രീകളുടെ ഉന്നമനത്തിനായി ജീവിതം ഒഴിഞ്ഞുവെച്ചു. 1963 ജനുവരി 13 ആ ധീര വനിത അന്തരിച്ചു. ആൻഡമാൻ സെല്ലുലാർ ജയിലിൽ വർഷങ്ങളോളം തടവനുഭവിച്ച ധീര വിപ്ലവകാരി പണ്ഡിറ്റ് പർമാനന്ദ് സുശീല ദീദിയെ വിശേഷിപ്പിച്ചത് ജോൺ ഓഫ് ആർക്ക് ഓഫ് ഇന്ത്യ എന്നാണ്. ആ ധീര വനിതയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ശതകോടി പ്രണാമം. ആശാപ്രവർത്തകരുടെ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ആശാവർക്കർമാരുമായി ബന്ധപ്പെട്ട് കേരളത്തിന് അധികമായി 120 കോടി രൂപ നൽകി. പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടു. സാധ്യമായ ഇടപെടൽ നടത്തുമെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് ഉറപ്പു നൽകി.
ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതും പെൻഷൻ ആനുകൂല്യങ്ങൾ സംബന്ധിച്ചും കേരളത്തിലെ ആശാ വർക്കർമാർ ഉന്നയിക്കുന്ന വിഷയങ്ങൾ സുരേഷ് ഗോപി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ആരോഗ്യ മന്ത്രാലയത്തിലെത്തി അരമണിക്കൂറോളം നടത്തിയ കൂടിക്കാഴ്ചയിൽ സംസ്ഥാന സർക്കാരിന്റെ നീതി നിഷേധ നടപടികൾ ചർച്ചയായി. അതേസമയം സംസ്ഥാന സർക്കാർ മുൻകൈയെടുത്ത് പരിഹരിക്കേണ്ട വിഷയമായതിനാൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലുകൾക്ക് പരിധിയുണ്ടെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ സുരേഷ് ഗോപിയോട് വ്യക്തമാക്കിയതായാണ് സൂചന. ആന്ധ്രാപ്രദേശ് അടക്കം NDA ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങൾ മികച്ച ആനുകൂല്യം നൽകുമ്പോൾ കേരള സർക്കാരാണ് ആശാ വർക്കർമാരുടെ ക്ഷേമത്തിനായി ആദ്യ ഇടപെടൽ നടത്തേണ്ടതെന്നും JP നദ്ദ സൂചിപ്പിച്ചതായാണ് വിവരം. കഴിഞ്ഞ ദിവസം തലസ്ഥാനത്ത് പെരുമഴ പെയ്യുമ്പോൾ സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ചെയ്യുന്ന ആശമാരെ കാണാൻ സുരേഷ് ഗോപി വീണ്ടും എത്തിയിരുന്നു. തിങ്കളാഴ്ച ഡൽഹിയിലെത്തി വിഷയം ആരോഗ്യമന്ത്രിയുമായി ചർച്ച ചെയ്യുമെന്ന ആശാ വർക്കർമാർക്ക് നൽകിയ വാക്കാണ് നിറവേറ്റപ്പെട്ടത്. ജനം, ഡൽഹി. ആളിക്കത്തുന്ന ആശാസമരത്തിന് പിന്നിൽ ആരും കാണാതെ പോകുന്ന ചിലരുണ്ട്. തിരുവനന്തപുരം പുതുക്കുറിച്ചിക്കാരിയാണ് സുരഭി. പൊള്ളുന്ന സമരകാലത്തും ആശ കൈവിടാതെ വിളിക്കുന്നവരെ തേടി പോകുന്നുണ്ട് സുരഭി ആശ. കൂട്ടിന് നിരാമയ്യ എന്ന കുഞ്ഞാശയും. ഇവരുടെ ജീവിതം ഇന്ന് രാത്രി 9:30 ആമുഖത്തിൽ കാണാം. നിങ്ങളുടെ അമ്മ നോക്കൂ, അമ്മയെ നോക്കൂ മുത്തേ. ലോകത്തിലെ ഏറ്റവും കുഞ്ഞാശയാണ് ഈ കുട്ടി. എന്നുവെച്ചാൽ ഞങ്ങളോടൊപ്പം ആശാ വർക്കറിന് ഈ കുട്ടിയും കൂടെ വരെയല്ലേ. കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ഫീൽഡിന് ഇറങ്ങാറ് രാവിലെ 8 മുതൽ 10 മണി വരെ. വെയിലില്ലാത്ത സമയങ്ങളിലാണ് ഇറക്കാറ്. നിങ്ങളുടെ അമ്മ നോക്കൂ. ഇത്തരത്തിലുള്ള നിരവധി ആളുകൾ, ഈ ആമുഖം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള നമ്മൾ കാണേണ്ടതായിട്ടുള്ള നിരവധി മുഖങ്ങൾ നമുക്ക് പരിചയപ്പെടുന്ന പരിപാടിയാണ്. എന്തായാലും ഇന്ന് രാത്രി 9:30 നമുക്ക് ഈ പരിപാടി കാണാം. ഇപ്പോൾ അമേരിക്കൻ കോൺഗ്രസിനെ പ്രസിഡന്റ് ട്രംപ് അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണ് തത്സമയം. Mr. Green, take your seat. Take your seat, sir. Take your seat. Finding that members continue to engage in willful and concerted disruption of property. ഇതിലേക്ക് മടങ്ങിയെത്താം. മുംബൈ ഭീകരാക്രമണത്തെ പ്രതിരോധിക്കാനുള്ള ഓപ്പറേഷൻ ബ്ലാക്ക് ടൊർണാഡോ ദൗത്യത്തിൻ്റെ ഭാഗമായിരുന്ന ശൗര്യചക്ര PV മനീഷ് സൈന്യത്തിൽ നിന്ന് വിരമിച്ചു. നീണ്ട 28 വർഷത്തെ സേവനത്തിനൊടുവിലാണ് സൈനിക യൂണിഫോമിനോട് മനീഷ് വിട പറയുന്നത്. 2008 മുംബൈ ഭീകരാക്രമണത്തെ പ്രതിരോധിക്കുന്നതിനിടെ ഗ്രനേഡ് പൊട്ടി പരിക്കേറ്റ മനീഷ് അത്ഭുതകരമായാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. ജീവനോളം സ്നേഹിച്ചിരുന്ന സൈനിക സേവനത്തിൽ നിന്നാണ് ശൗര്യചക്ര മനേഷ് വിരമിച്ചത്. രാജ്യസുരക്ഷയ്ക്കായി അനേകം ദൗത്യങ്ങൾ, അതും സ്വന്തം ജീവൻ പോലും വകവയ്ക്കാതെ. വിരമിച്ചെങ്കിലും മനേഷിന്റെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നത് കറകളഞ്ഞ രാജ്യസ്നേഹവും സൈനിക വൃത്തിയോടുള്ള അടങ്ങാത്ത അഭിനിവേശവും. നമ്മൾ സൈനികരെല്ലാവരും ഒരൊറ്റ അമ്മ പെറ്റ മക്കളെ പോലെയാണ്. ഞങ്ങൾക്ക് ജാതിയില്ല, മതമില്ല. നമുക്ക് ഏറ്റവും വലുത് രാഷ്ട്രമാണ്. രാഷ്ട്രം ഏൽപ്പിച്ച ദൗത്യം, ആ ദൗത്യത്തിന് വേണ്ടി സ്വന്തം അകത്തുനിന്ന് വേണത്തെ സ്വന്തം ജീവൻ കൊടുത്തിട്ടായാലും എൻ്റെ രാഷ്ട്രത്തിൻ്റെ സുരക്ഷിതത്വം എൻ്റെ കയ്യിൽ ഭദ്രമായിരിക്കുമെന്ന ഇച്ഛാശക്തി മനോബലത്തോടും കൂടിയാണ് ഓരോ സൈനികനും പ്രവർത്തിക്കുന്നത്. സൈന്യത്തിൽ നിന്ന് വിരമിച്ചാലും യുവാക്കളെ സേനയുടെ ഭാഗമാക്കുക എന്ന ലക്ഷ്യവുമായി മനേഷ് മുന്നോട്ടു പോവുകയാണ്. ലഹരിക്ക് അടിമയാകരുതെന്നും ജീവിതമാകണം ലഹരി എന്ന സന്ദേശവും അദ്ദേഹം ഇതിലൂടെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നമ്മൾക്ക് ഉണ്ടാവുന്ന ഏറ്റവും നല്ല ഫിസിക്കൽ സിറ്റുവേഷനിലുള്ള ജീവിതമാണ് നമ്മുടെ ലഹരി. ഞങ്ങൾക്ക് കിട്ടുന്ന നല്ല വിഷാംശങ്ങളില്ലാതെ ഭക്ഷണം കഴിച്ചുകൊണ്ട് സുഖമായി ജീവിക്കുക എന്നതാണ് നമ്മുടെ ലഹരി. അപ്പോൾ ഇത്തരം ലഹരികളിലൂടെ മുന്നോട്ട് പോവുക. കാരണം ഏറ്റവും വലിയ ലഹരി എന്നത് ഞാൻ ഇന്നത്തെ സമൂഹത്തിൽ ഞാൻ കാണുന്നത് ഈ ചെറിയ സിറ്റുവേഷൻ, ലഹരിക്ക് ഉപയോഗിക്കുന്ന ലഹരിയായിട്ടല്ല പറയുന്നത്, പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ഒരു കൈത്താങ്ങായി കൂടെ നിൽക്കുക എന്ന സംഭവം, അതാണ് ഏറ്റവും വലിയ ലഹരിയായിട്ട് ഞാൻ കാണുന്നത്. 2008 മുംബൈ ഭീകരാക്രമണത്തിൽ ഒബ്രോയ് ട്രൈഡന്റ് ഹോട്ടലിന്റെ 25ാം നിലയിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ NSG കമാൻഡോ ആയിരുന്ന മനേഷിന് ഗ്രനേഡ് പൊട്ടി സാരമായി പരിക്കേറ്റിരുന്നു. ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ് മാസങ്ങളോളം കിടപ്പിലായ മനേഷ് ഏവരെയും അമ്പരപ്പിച്ചുകൊണ്ടാണ് ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയത്. ജനം, കണ്ണൂർ. പ്രസിഡന്റ് ട്രംപ് അമേരിക്കൻ കോൺഗ്രസിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണ് തത്സമയം.
to the office, they will either show up for work in person or be removed from their job. And we have ended weaponized government where, as an example, a sitting president is allowed to viciously prosecute his political opponent, like me. How did that work out? Not too good. Not too good. And I have stopped all government censorship and brought back free speech in America. It's back. And 2 days ago, I signed an order making English the official language of the United States of America. I renamed the Gulf of Mexico the Gulf of America. And likewise, I renamed for a great president, William McKinley, Mount McKinley again. Beautiful Alaska. We love Alaska. We've ended the tyranny of so-called diversity, equity, and inclusion policies all across the entire federal government and indeed the private sector and our military. And our country will be woke no longer. We believe that whether you are a doctor, an accountant, a lawyer, or an air traffic controller, you should be hired and promoted based on skill and competence, not race or gender. Very important. You should be hired based on merit. And the Supreme Court, in a brave and very powerful decision, has allowed us to do so. Thank you. Thank you very much. Thank you. We have removed the poison of critical race theory from our public schools, and I signed an order making it the official policy of the United States government that there are only two genders, male and female. I also signed an executive order to ban men from playing in women's sports. Three years ago, Peyton McNabb was an all-star high school athlete, one of the best, preparing for a future in college sports. But when her girls' volleyball match was invaded by a male, he smashed the ball so hard in Peyton's face, causing traumatic brain injury, partially paralyzing her right side and ending her athletic career. It was a shot like she's never seen before. She's never seen anything like it. Peyton is here tonight in the gallery, and Peyton, from now on, schools will kick the men off the girls' team, or they will lose all federal funding.
And if you really want to see numbers, just take a look at what happened in the women's boxing, weightlifting, track and field, swimming, or cycling, where a male recently finished a long-distance race 5 hours and 14 minutes ahead of a woman for a new record by 5 hours. Broke the record by 5 hours. It's demeaning for women, and it's very bad for our country. We're not going to put up with it any longer. What I have just described is only a small fraction of the common sense revolution that is now, because of us, sweeping the entire world. Common sense has become a common theme, and we will never go back. Never. Never going to let that happen. Among my very highest priorities is to rescue our economy and get dramatic and immediate relief to working families. As you know, we inherited from the last administration an economic catastrophe and an inflation nightmare. Their policies drove up energy prices, pushed up grocery costs, and drove the necessities of life out of reach for millions and millions of Americans. They've never had anything like it. We suffered the worst inflation in 48 years, but perhaps even in the history of our country. They're not sure. As president, I'm fighting every day to reverse this damage and make America affordable again. Joe Biden especially let the price of eggs get out of control. The egg price is out of control, and we're working hard to get it back down. Secretary, do a good job on that. You inherited a total mess from the previous administration. Do a good job. A major focus of our fight to defeat inflation is rapidly reducing the cost of energy. The previous administration cut the number of new oil and gas leases by 95%, slowed pipeline construction to a halt, and closed more than 100 power plants. We are opening up many of those power plants right now. And frankly, we have never seen anything like it. That's why on my first day in office, I declared a national energy emergency. As you've heard me say many times, we have more liquid gold under our feet than any nation on earth. Yes, ട്രംപ് ഭരണകൂടത്തിൻ്റെ വിലയിരുത്തൽ അദ്ദേഹം നടത്തി ഒരു സംസാരമായിരുന്നു. അതിനുശേഷമുള്ള ആദ്യ മാസത്തെ പ്രവർത്തനങ്ങളെല്ലാം വൻ വിജയം എന്നാണ് വിലയിരുത്തുന്നത്. അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും മോശമായ പ്രസിഡന്റ് ബൈഡനാണ് എന്നും ട്രംപ് പറയുന്നുണ്ട്. അധികാരമേറ്റ ശേഷം യു എസ് കോൺഗ്രസിൻ്റെ സംയുക്ത സമ്മേളനത്തെ ആദ്യമായാണ് ട്രംപ് അഭിസംബോധന ചെയ്യുന്നത്. നമ്മോടൊപ്പം ഐസൺ ജോസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഐസൺ, അപ്പോൾ എന്താണ് ട്രംപ് ഈ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് വ്യക്തമാക്കുന്നത്? വീണ, തീർച്ചയായും സംയുക്ത സമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ എതിരാളികൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു നിസ്സഹകരണ സ്വഭാവം, അല്ലെങ്കിൽ അത് അവർ എണീറ്റ് നിൽക്കാൻ തയ്യാറല്ലാത്ത, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓരോ നടപടികളും ആദ്യത്തെ ഒരു വൻ വിജയമായ ഒരു മാസത്തെ നടപടികൾക്കൊന്നും അംഗീകാരം നൽകാത്ത, അതിനെ അനുകൂലിക്കാത്തൊരു നിലപാടിനെ വളരെ കൃത്യമായി അദ്ദേഹം വിമർശിച്ചു. അവരെ സന്തോഷിപ്പിക്കാൻ, അതായത് ഡെമോക്രാറ്റുകളെ സന്തോഷിക്കാൻ തൻ്റെ കയ്യിലൊന്നുമില്ല, അതേസമയം ഡെമോക്രാറ്റുകളെ സന്തോഷിപ്പിക്കാനും ചിരിപ്പിക്കാനും തൻ്റെ കയ്യിലൊന്നുമില്ല എന്ന നിലപാടാണ് വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞത്. അതിന് പിന്നാലെയാണ് ആദ്യ മാസത്തെ പ്രവർത്തനം വൻ വിജയമായിരുന്നു എന്ന് വളരെ കൃത്യമായി തന്നെ അദ്ദേഹം പറയുകയും ചെയ്തത്. ഡെമോക്രാറ്റ് അംഗങ്ങളെ സന്തോഷിപ്പിക്കാൻ സാധിക്കില്ല. അത്തരത്തിൽ അത് സന്തോഷിപ്പിക്കണമെങ്കിൽ അവരുടെ പ്രസിഡന്റ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണമായിരുന്നു, അതായത് ജോ ബൈഡൻ ചെയ്യണമായിരുന്നു. അത്തരത്തിലുള്ള പ്രതികരണം നടത്തുന്നതിന് യാതൊരു നടപടിയും ജോ ബൈഡൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. നേരത്തെ വീണ സൂചിപ്പിച്ചതുപോലെ ഈ അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും കഴിവുകെട്ട പ്രസിഡന്റായിരുന്നു ജോ ബൈഡൻ എന്നൊക്കെ വളരെ കൃത്യമായി അദ്ദേഹം പറയുകയും ചെയ്തു. അതിനുശേഷമാണ് ഇവരുടെ പ്രകടനം ഏറെ ദുഃഖകരമാണ്, പ്രതിപക്ഷത്തിൻ്റെ പ്രകടനം ഏറെ ദുഃഖകരമാണ് എന്നും അദ്ദേഹം പറഞ്ഞത്. അമേരിക്കയുടെ
വൻ വിജയങ്ങളാണ് കഴിഞ്ഞ ഒരു മാസം അല്ലെങ്കിൽ ഒരു 40 ദിവസത്തിനുള്ളിൽ ഉണ്ടായത്. ഈ ദിവസങ്ങളിൽ ഈ ഉണ്ടായ വിഷയങ്ങളിലൊന്നും ആഘോഷമാക്കാൻ ഡെമോക്രാറ്റുകൾക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല എന്ന കൃത്യമായൊരു ചോദ്യമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. തീർച്ചയായും അമേരിക്കയുടെ ഹൃദയത്തിൽ തൊടുന്നൊരു ചോദ്യം ആ തരത്തിൽ അദ്ദേഹം ചോദിച്ചിരിക്കുന്നു എന്നതാണ് ഗൗരവമേറിയ ഈ കോൺഗ്രസ് അഭിസംബോധനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. വലിയ സ്വപ്നങ്ങൾക്കും ധീരമായ നടപടികളുടെയും സമയമാണിത് എന്നും അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട്. പിന്നീട് അദ്ദേഹം നടത്തിയ ഭരണപരിഷ്കാരങ്ങൾ, വിദേശ സഹായം മരവിപ്പിച്ചു, അതുപോലെ തന്നെ ലോകാരോഗ്യ സംഘടനയിൽ നിന്നും UN മനുഷ്യാവകാശ കമ്മീഷനിൽ നിന്നും പിന്മാറി. കാരണം ഭീമമായ തുക അതിനുവേണ്ടി ചെലവഴിക്കുന്നു, ചൈന വളരെ കുറച്ച് തുക അതിനുവേണ്ടി ചെലവഴിക്കുന്നു, എന്നാൽ നേട്ടങ്ങൾ മുഴുവൻ മറ്റു രാജ്യങ്ങൾ കൊണ്ടുപോകുന്നു. അത്തരത്തിലുള്ള കടുത്ത വിമർശനങ്ങളുടെ ഭാഗമായാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ നിന്നും അദ്ദേഹം പിന്നോട്ട് പോയത്. അതുപോലെ തന്നെ UN മനുഷ്യാവകാശ കമ്മീഷനും സമാനമായ ആശയങ്ങൾ തന്നെയായിരുന്നു അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്. പിന്നീട് അദ്ദേഹം പറഞ്ഞ ഏറ്റവും വലിയൊരു സ്റ്റാറ്റിസ്റ്റിക്സ് എന്നത് അമേരിക്കയുടെ ഒരു റിഫോർമേഷൻ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് നമുക്ക് കണക്കാക്കാവുന്നതാണ്. ഓരോ പുതിയ സാമ്പത്തിക ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോഴും 10ഓളം ഔട്ട്ഡേറ്റഡായ ആശയങ്ങൾ അല്ലെങ്കിൽ കാലഹരണപ്പെട്ട ആശയങ്ങൾ തള്ളിക്കളയുന്നു, അല്ലെങ്കിൽ നിയമങ്ങൾ റദ്ദാക്കപ്പെടുന്നു എന്നും അദ്ദേഹം പറയുന്നു. മറ്റൊരു പ്രധാന വിഷയം, അടുത്തൊരു ആരോപണം ബൈഡനെതിരെ ഉന്നയിച്ചത് അദ്ദേഹം രാഷ്ട്രീയ എതിരാളികളെ പ്രതികാര ബുദ്ധിയോടെ നേരിടാൻ കേസുകളിൽ പെടുത്തുന്നു, അതിനെ താനും ഇരയായിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ്. അഭിപ്രായ സ്വാതന്ത്ര്യം, അതിന് മറുപടിയായി അഭിപ്രായ സ്വാതന്ത്ര്യം അമേരിക്കയിൽ പുനഃസ്ഥാപിക്കുകയാണ് തൻ്റെ ഉത്തരവാദിത്വമെന്നും അത് ഞാൻ ചെയ്തു എന്നും അദ്ദേഹം അമേരിക്കൻ കോൺഗ്രസിനെ അഭിസംബോധന ചെയ്യുന്നതിനിടെ പറഞ്ഞു. മറ്റൊരു സുപ്രധാനമായ നീക്കം ഈ അടുത്ത ദിവസങ്ങളിലുണ്ടായത് ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ, ഇംഗ്ലീഷിനെ ഔദ്യോഗിക ഭാഷയാക്കുന്നതിനുള്ള എക്സിക്യൂട്ടീവ് ഓർഡർ അദ്ദേഹം പുറപ്പെടുവിച്ചു എന്നാണ്. 2 ദിവസം മുമ്പ് അത്തരത്തിലൊരു ഓർഡർ പുറപ്പെടുവിച്ചു എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത്. നമുക്കറിയാവുന്നതാണ്, വെൽഷ് ഉൾപ്പെടെയുള്ള ചില ഭാഷകൾ അവിടെയുണ്ട്. ആ ഭാഷകളെല്ലാം തന്നെ മാറ്റി ഔദ്യോഗിക ഭാഷയാക്കി ഇംഗ്ലീഷിനെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഗൾഫ് ഓഫ് മെക്സിക്കോയ്ക്ക് ഗൾഫ് ഓഫ് അമേരിക്ക എന്ന പേര് നൽകിയെന്നും പറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം പിന്നോട്ടില്ല എന്ന നിലപാട് പറഞ്ഞത്. അല്പസമയം മുമ്പാണ് കഴിഞ്ഞ 48 വർഷത്തിനിടെ ഉണ്ടായ ഏറ്റവും വലിയ ഒരു പണപ്പെരുപ്പമാണ് രാജ്യം നേരിട്ടത്. പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിന് ഊർജ്ജരംഗത്ത് കാര്യമായ ഇടപെടൽ നടത്തിയെന്നും ഊർജ്ജരംഗത്തെ ഇടപെടലിൻ്റെ ഭാഗമായി ദേശീയ ഊർജ്ജ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുവെന്നും അദ്ദേഹം ഇപ്പോൾ പറയുകയുണ്ടായി. നമുക്കറിയാവുന്നതാണ്, രാജ്യത്തിൻ്റെ മാറ്റങ്ങളിലൂടെ സഞ്ചരിക്കുക എന്ന കൃത്യമായ ലക്ഷ്യമാണ് താൻ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് വളരെ കൃത്യമായി ട്രംപ് കോൺഗ്രസിൻ്റെ രണ്ട് സഭകളുടെയും സംയുക്ത അഭിസംബോധനയിൽ കൃത്യമായി പറയുന്നുണ്ട്. വീണ. ഓക്കെ, ശരി ഐസൻ. ശരി, നമുക്ക് കൊല്ലത്തേക്ക് ഒന്ന് പോയി വരാം. നേരത്തെ പറഞ്ഞതുപോലെ CPM-ൻ്റെ സംസ്ഥാന സമ്മേളനം വിഭാഗീയതയ്ക്കും വിവാദങ്ങൾക്കുമിടെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് തുറക്കമാവുകയാണ്. പാർട്ടിയും സർക്കാരിനെയും പിടിച്ചുലച്ച വിവാദങ്ങളിലെ വിമർശന ശരങ്ങൾ സമ്മേളനത്തിൽ ഉയർന്നേക്കും. പ്രായപരിധി കണക്കാക്കിയുള്ള ഒഴിവാക്കലുകളും നേതൃനിലയിലെ മാറ്റവുമൊക്കെ ചർച്ചയാകും. പൂർണ്ണമായി മനോജ് കൊല്ലത്തുനിന്ന് ചേരുന്നുണ്ട്. മനോജ്, സംസ്ഥാന സമ്മേളനത്തിന് അല്പസമയത്തിനുള്ളിൽ തുടക്കമാകുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഈ വിവാദങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, ഒപ്പം തന്നെ ഈ പ്രായപരിധി, അപ്പം 2 വട്ടത്തിൽ കൂടുതൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രാവർത്തികമാക്കിയൊരു സംഭവമാണ്. 2 വർഷത്തിൽ കൂടുതൽ മത്സരിച്ചവർക്ക് ഇനി അവസരം നൽകണ്ട എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളുമൊക്കെ ഈ വരുന്ന സംസ്ഥാന സമ്മേളനത്തിൽ സജീവമായി ചർച്ചയാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ. നിഖിൽ, ഇന്ന് നടക്കുന്നത് ഈ പതാക കൊടിമര ജാഥയും അതോടൊപ്പം തന്നെ വൈകുന്നേരം പതാക ഉയർത്തലുമാണ്. നാളെയാണ് പ്രതിനിധി സമ്മേളനം, അതായത് 6-ാം തീയതി മുതൽ 9-ാം തീയതി വരെയാണ് ഈ സംസ്ഥാന സമ്മേളനം ഔദ്യോഗികമായി നടക്കുക. അതിൽ നാളെയാണ് പ്രതിനിധി സമ്മേളനം പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്യുക. അതിനുശേഷമുള്ള ഈ ഒരു പൊതു ചർച്ചയൊക്കെ ഉണ്ടാകും. അതിലാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ കൂടുതലായി ഉയരുന്നത്. എന്തായാലും മുഖ്യമന്ത്രി അടക്കം പങ്കെടുക്കുന്ന, മുഖ്യമന്ത്രി ഇത്തവണ നയരേഖ അവതരിപ്പിക്കുന്ന, കഴിഞ്ഞ സമ്മേളനത്തിലെ പോലെ തന്നെ ഇത്തവണയും നയരേഖ അവതരിപ്പിക്കുന്ന ഒരു സമ്മേളനമാണ് കൊല്ലത്ത്. അതായത് വർഷങ്ങൾക്ക് ശേഷമാണ് കൊല്ലത്ത് ഈ ഒരു സമ്മേളനം നടക്കുന്നത്. എന്തായാലും കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പ്രത്യക്ഷമായി പ്രവർത്തകർ ഇറങ്ങി പാർട്ടിക്കെതിരെ സമരം ചെയ്ത ഒരു ജില്ല കൂടെയാണ്. കാരണം ലോക്കൽ സമ്മേളനങ്ങളിലും ഏരിയ സമ്മേളനങ്ങളിലും അടക്കം കയ്യാങ്കളികൾ ഉണ്ടാകുകയും അതിനെ തുടർന്ന് പാർട്ടി പ്രവർത്തകർ തന്നെ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയും ചെയ്തു. അത്തരത്തിൽ സംസ്ഥാന സെക്രട്ടറിക്കൊക്കെ വന്ന് ഇടപെടൽ നടത്തേണ്ട ഒരു സാഹചര്യമുണ്ടായി. ആ ഒരു ജില്ലയിൽ തന്നെയാണ് അനുബന്ധിച്ച് മറ്റ് പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലൊക്കെ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ജില്ലാ സമ്മേളനങ്ങളിൽ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നത് നേതൃത്വത്തിനെതിരെ. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. എന്തായാലും ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയം, അതോടൊപ്പം തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റ തോൽവിയും, അതോടൊപ്പം അതിനുശേഷം നടന്നിട്ടുള്ള ഈ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ ക്ഷീണമൊക്കെ ഉണ്ട്. അതൊക്കെ തന്നെ ചർച്ചയാകും. അതോടൊപ്പം തന്നെ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് പ്രായപരിധി കർശനമാക്കിയിരുന്നു. കഴിഞ്ഞ എറണാകുളം സമ്മേളനത്തിലാണ് 75 വയസ്സ് എന്നുള്ള പ്രായപരിധി കർശനമാക്കിയത്. അത് ഇത്തവണയും തുടരുമെന്നാണ് സംസ്ഥാന സെക്രട്ടറി അടക്കം അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ഒരു കമ്മിറ്റിയിലേക്ക്, അതായത്
CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് 3 പ്രധാന നേതാക്കളെ ഒഴിവാക്കുമെന്നാണ് സൂചന ലഭിച്ചിട്ടുള്ളത്. അതിലൊന്ന് ആനാവൂർ നാഗപ്പൻ, ഒന്ന് AK ബാലൻ, ഒന്ന് PK ശ്രീമതി എന്നുള്ള പേരുകളാണ് വരുന്നത്. എന്തായാലും ഇവരെ ഒഴിവാക്കുന്നതോടുകൂടി തന്നെ പുതിയ 3 പേർ ഈ ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എത്തും. അതിൽ സാധ്യതയുള്ളത് MB രാജേഷ്, അതോടൊപ്പം തന്നെ മുൻ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിരുന്ന P മോഹനൻ, അതോടൊപ്പം തന്നെ മറ്റൊരു പേര് MV ജയരാജൻ്റെ പേരാണ് കേൾക്കുന്നത്. എന്തായാലും അതിനു പകരം മറ്റൊരു വനിതാ നേതാവ് കൂടെ വരുമെന്നുള്ള സൂചനയുമുണ്ട്. എന്തായാലും അത് വലിയൊരു ആകാംക്ഷയിലാണ്. കാരണം ഈ പ്രായപരിധി കണക്കാക്കി പലരെയും, അതായത് VS പക്ഷത്തിലുള്ള പല നേതാക്കളും സംസ്ഥാന കമ്മിറ്റിയിലുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒഴിവാക്കാനുള്ള ഒരു സാധ്യത വളരെയേറെയാണ്. എന്തായാലും സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും 4 ഒഴിവുകൾ ഉണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇവിടേക്കും പുതുമുഖങ്ങൾ വരും. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ മറ്റൊരു കാര്യം, കണ്ണൂരിൽ നിന്നും P ജയരാജനെ പാർട്ടി പരിഗണിക്കുമോ എന്നുള്ളതിലാണ് സംശയമുള്ളത്. കാരണം പാർട്ടിക്കുള്ളിൽ തന്നെ നേതൃനിരയിലേക്ക് P ജയരാജനെ കൊണ്ടുവരുന്നതിൽ പലർക്കും അതൃപ്തിയുണ്ട്. എന്നാൽ P ജയരാജന് പകരം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള P ശശിയെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് ഉൾപ്പെടുത്തുമെന്നുള്ള ഒരു സ്വരം ഉയരുന്നുണ്ട്. അത്തരത്തിലൊരു സൂചനകളൊക്കെ ലഭിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ P ജയരാജനെ ഉൾപ്പെടുത്താത്തതിൽ വലിയ തരത്തിലുള്ള ഒരു ചേരിതിരിഞ്ഞുള്ള ഒരു പോര് നമുക്ക് കാണുവാൻ സാധിക്കുമെന്നുള്ളതാണ്. കാരണം പാർട്ടിക്കുള്ളിൽ തന്നെ കണ്ണൂരിലെ പ്രവർത്തകർക്ക് വളരെയധികം ഒരു വേണ്ടപ്പെട്ട ഒരു നേതാവാണ് P ജയരാജൻ. അതുകൊണ്ട് തന്നെ P ജയരാജനെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് കൊണ്ടുവരണമെന്നുള്ള ആവശ്യമൊക്കെ ഉയരുന്നുണ്ട്. എന്നാലും ഈ സാഹചര്യത്തിൽ പാർട്ടി അത് പരിഗണിക്കുമോ എന്നുള്ളതൊക്കെ നോക്കിക്കാണേണ്ടതാണ്. എന്തായാലും മറ്റു കാര്യങ്ങൾ, ഈ സംസ്ഥാന സർക്കാരിനെതിരെ ഒട്ടനവധി വിവാദങ്ങൾ ഉയർന്നു വന്ന വർഷം കൂടെയാണ്. അതായത് മുഖ്യമന്ത്രിയുടെ ഈ മകളുമായി ബന്ധപ്പെട്ട മാസപ്പടി വിവാദം, അതോടൊപ്പം തന്നെ EP ജയരാജൻ വിവാദം, നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട മന്ത്രിമാരുടെ വിവാദം, അങ്ങനെ നിരവധിയായിട്ടുള്ള വിവാദങ്ങൾ, അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിലെ തോൽവികൾ, അതോടൊപ്പം തന്നെ മറ്റ് അനുമതികൾ നൽകുക, അതായത് മദ്യനിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട് അനുമതി നൽകിയതൊക്കെയായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതോടൊപ്പം പ്രത്യക്ഷമായിട്ടുള്ള സാധാരണക്കാരുടെ സമരങ്ങൾ, ഇങ്ങനെ കുറേയധികം കാര്യങ്ങൾ, ഒരു കടമ്പകൾ തന്നെ CPM-ന് കടക്കേണ്ടി വരുന്നുണ്ട്. അതേസമയം തന്നെ 3ാം പിണറായി സർക്കാർ വരുമെന്നുള്ള ഒരു കാര്യം CPM നേതാക്കളൊക്കെ പറയുമ്പോഴും അതെങ്ങനെ എത്തരത്തിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്തുമെന്നുള്ള ഒരു ആശങ്ക CPM-നുള്ളിൽ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും അത്തരത്തിലൊരു ആശയക്കുഴപ്പം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇനിയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടുപോകേണ്ടത്? ഒരു നയം മാറ്റമാണ് സ്വാഭാവികമായും ഈ സമ്മേളനത്തിലൂടെ ഉണ്ടാകുക എന്നുള്ളത് പ്രതീക്ഷിക്കാം. കാരണം കഴിഞ്ഞ സമ്മേളനത്തിലാണ് ഇത്തരത്തിൽ ഈ സ്വകാര്യ സർവകലാശാലകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു നയംമാറ്റത്തിലേക്കൊക്കെ പാർട്ടി മാറിയിട്ടുള്ളത്. ഇത്തവണയും സർക്കാരും അങ്ങനെ പോകുമ്പോൾ കൃത്യമായൊരു നയംമാറ്റം ഇല്ലെങ്കിൽ പ്രത്യയശാസ്ത്രത്തിലായാലും അതോടൊപ്പം തന്നെ മറ്റ് ഈ കടുംപിടുത്തങ്ങളിലൊക്കെ ഒരു നയംമാറ്റം കൊണ്ടുവന്നില്ലെങ്കിൽ നിലനിൽപ്പ്, അത് വളരെയധികം നിലനിൽപ്പിനെ ബാധിക്കുമെന്നുള്ള കാര്യം അത് പാർട്ടിക്ക് വീണ്ടും അധികാരത്തിലെത്താൻ കഴിയുമോ എന്ന് പ്രതീക്ഷിക്കുകയാണ് CPM. അതുകൊണ്ട് തന്നെ ഈ നയംമാറ്റമൊക്കെ കൊണ്ടുവന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാവും പാർട്ടിയുടെ അവസ്ഥ എന്നുള്ളത് സമീപകാല തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ശരി മനോജ്, അപ്പോൾ ഈ സമ്മേളനം തുടങ്ങുന്ന മുറയ്ക്കൊക്കെ തിരിച്ചു വരാം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലേക്ക് പോയാൽ പ്രതി അഫാനെ കസ്റ്റഡിയിൽ വാങ്ങാൻ ഒരുങ്ങുകയാണ് പോലീസ്. സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയ അഫാനെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് അപേക്ഷ നൽകും. പിതാവിന്റെ സഹോദരൻ ലത്തീഫിനെയും ഭാര്യയെയും കൊലപ്പെടുത്തിയ കേസിൽ അഫാന്റെ അറസ്റ്റും രേഖപ്പെടുത്തിയേക്കും. ശാലിനി ചേരുന്ന വിവരങ്ങളുമായി. ശാലിനി, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ അഫാനെ കസ്റ്റഡിയിൽ വാങ്ങാൻ ഒരുങ്ങുകയാണ് പോലീസ്. അറസ്റ്റ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വിവിധ കേസുകളായിട്ടാണ് ഇത്, ഈ കൂട്ടക്കൊലപാതകങ്ങളെല്ലാത്തിൽ ഓരോ കൊലപാതകങ്ങളെയും ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നടപടികൾ എങ്ങനെയൊക്കെയാകും? വീണ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് മെഡിക്കൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ അഫാൻ ഉള്ളത് എന്നുള്ള മെഡിക്കൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് അഫാനെ മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ഈ വെഞ്ഞാറമൂട് കൊലപാതകവുമായി ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ള 3 കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് 3 സ്റ്റേഷനുകളിലാണ്. അതിൽ അഫാന്റെ സഹോദരനെയും ഒപ്പം തന്നെ പെൺസുഹൃത്തിനെയും കൊലപ്പെടുത്തിയ കേസിൽ ഒരു കേസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു കേസ് എന്ന് പറയുന്നത് ഉമ്മുമ്മയുടെ കേസാണ്. ഉമ്മുമ്മയെ കൊലപ്പെടുത്തിയ കേസിലും പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തൊട്ടു പിന്നാലെ ഇനിയുള്ളത് വെഞ്ഞാറമൂട് പോലീസിന്റെ തന്നെ പരിധിയിൽ വരുന്ന ലത്തീഫിനെയും, അതായത് പിതാവിന്റെ ഉപ്പയുടെ സഹോദരനെയും സഹോദരന്റെ ഭാര്യ സാജിദയും കൊലപ്പെടുത്തിയ കേസിലാണ്. ആ കേസിൽ ഇന്ന് അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ പോലീസ് നൽകുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് പോലീസും മെഡിക്കൽ ബോർഡും ഉള്ളത്. ഈ സാഹചര്യത്തിൽ ഇന്ന് തന്നെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യലും
ക്രമക്കേടുകൾ അടക്കമുള്ള കാര്യങ്ങളും തെളിവെടുപ്പിലേക്ക് കടക്കാനാണ് വെഞ്ഞാറമൂട് കൊലപാതക കേസിൽ പോലീസ് ശ്രമം നടത്തുന്നത്. തുടക്കത്തിൽ ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധിയാണ് കൊലയിലേക്ക് നയിച്ച പ്രധാന കാരണമെന്നുള്ളതായിരുന്നു പ്രാഥമികമായും പോലീസ് നിഗമനത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് മൊബൈൽ ഫോണുകളിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ചില കണ്ടെത്തലുകൾ അടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് വലിയ രീതിയിൽ ആശങ്കയിലാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായൊരു അന്വേഷണത്തിലേക്കും ഒപ്പം തന്നെ നിഗമനത്തിലേക്കും കടക്കണമെങ്കിൽ കസ്റ്റഡിയിൽ വാങ്ങി പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് ഈ മൂന്നാമത്തെ കേസിൽ കൂടി അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം ഇന്ന് തന്നെ കസ്റ്റഡി അപേക്ഷ കോടതിയിൽ നൽകാനുള്ള നടപടികളിലേക്കാണ് പോലീസ് കടക്കുന്നത്. ഒപ്പം തന്നെ ഇന്നോ നാളെയോ കസ്റ്റഡി ലഭ്യമാക്കിയതിനു ശേഷം 10 ദിവസത്തേക്കായിരിക്കും പോലീസ് കസ്റ്റഡി ആവശ്യപ്പെടുക. ഈ 10 ദിവസത്തിനുള്ളിൽ കൂടുതൽ ചോദ്യം ചെയ്ത് ഈ കേസിൽ ഒരു വ്യക്തത വരുത്തുക. ഒപ്പം തന്നെ ഈ മൊബൈൽ ഫോണിൽ തെരഞ്ഞിട്ടുള്ള ഈ ആയുധങ്ങളെ പറ്റിയിട്ടുള്ള കാര്യമായ പഠനമൊക്കെ ഈ അഫാൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഒപ്പം തന്നെ മാരകായുധങ്ങൾ ഉപയോഗിക്കുന്ന രീതി പല ഘട്ടങ്ങളിലും ഇന്റർനെറ്റിൽ തെരഞ്ഞതായി പോലീസ് ഈ ഫോണിന്റെ ഫോറൻസിക് പരിശോധനാ ഫലം വന്നതോടുകൂടി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങൾ എന്തിനാണ് എന്നുള്ളൊരു ചോദ്യം ഈ ഘട്ടത്തിൽ നിലനിൽക്കുകയാണ്. അതിലടക്കം പോലീസ് ഈ കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം ചോദ്യം ചെയ്യലിൽ വ്യക്തത വരുത്തും. ഒപ്പം തന്നെ ഈ സംഭവങ്ങൾ നടന്നിട്ടുള്ള കിലോമീറ്ററുകൾ കടന്നാണ് ഈ കൊലപാതകങ്ങളെല്ലാം നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് പോലീസ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇവിടെയൊക്കെ എത്തിച്ച് പോലീസ് ഈ തെളിവെടുപ്പ് നടത്താനുള്ള നടപടികളും വരും ദിവസങ്ങളിൽ സ്വീകരിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാര്യമായ മാനസിക പ്രശ്നങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ ഇല്ല എന്നുള്ളതാണ് മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട്. പ്രത്യേകിച്ച് ഈ സംഭവം നടന്നതിന് തൊട്ടു പിന്നാലെ എലിവിഷം കഴിച്ചു താൻ എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ അഫാൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ 10 ദിവസമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ അഫാനെ പാർപ്പിച്ചിരുന്നത്. എന്തായാലും അവിടെ നിന്ന് ഇപ്പോൾ സെൻട്രൽ ജയിലിലാണ് ഉള്ളത്. അതിനുശേഷം ഇപ്പോൾ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നാളെയോടുകൂടി മിക്കവാറും കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നേക്കും വീണ. ശരി ശാലിനി. ലഹരി മാഫിയയുടെ പിടിയിലമർന്ന കോഴിക്കോട് ബീച്ച് ആശുപത്രിയും പരിസര പ്രദേശങ്ങളും പകൽ സമയത്ത് പോലും ഇവിടെ പരസ്യമായി മയക്കുമരുന്ന് ഉപയോഗിക്കുകയാണ്. വലിയ ഭീതിയിലും ആശങ്കയിലുമാണ് ആശുപത്രിയിൽ എത്തുന്നവരും പ്രദേശവാസികളും. വിവരങ്ങൾ ദിസ്ന സുരേഷ് ചേർന്നത്. ദിസ്ന, ഈ കോഴിക്കോട് ബീച്ച് ആശുപത്രിയും പരിസരവും അത് ലഹരി മാഫിയയുടെ പിടിയിലാണ്. വിവരങ്ങൾ. നിഖിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ സാധാരണക്കാരായ പ്രത്യേകിച്ച് തീരദേശ മേഖലയിലെ ആളുകൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ് ബീച്ച് ആശുപത്രി. ഈ ബീച്ച് ആശുപത്രിയിലെ OST കേന്ദ്രം പ്രധാനമായും ലഹരി വിമുക്ത കേന്ദ്രത്തിന്റെ പരിസര പ്രദേശങ്ങളിലാണ് ഈ ലഹരി മാഫിയ തമ്പടിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് രഹസ്യാന്വേഷണ വിഭാഗം ഒക്കെ തന്നെയും ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. നമ്മൾ ഇന്നലെ തന്നെ ഇത് വാർത്തയാക്കുന്ന സമയത്ത് തന്നെ പരസ്യമായി അവിടെ മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്ന ആളുകളെ കണ്ടിരുന്നു. നമുക്ക് അറിയാൻ സാധിച്ചത് നിരവധി തവണ ജനകീയ പ്രക്ഷോഭങ്ങളടക്കം ബീച്ച് ആശുപത്രിയിലെ ലഹരി വിമുക്ത കേന്ദ്രം അവിടെ നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് നടത്തിയിട്ടും അതിനൊന്നും തന്നെ ഫലം കാണാത്തൊരു അവസ്ഥയാണുള്ളത്. അതിനടുത്ത് തന്നെയാണ് ENT വിഭാഗമുള്ളത്. അതിനടുത്ത് തന്നെയാണ് അമ്മയും കുഞ്ഞും ആശുപത്രിയുള്ളത്. അത്തരത്തിൽ ഹോസ്പിറ്റലിൽ എത്തുന്ന ആളുകൾക്ക് നേരെയും ഈ ലഹരി മാഫിയയുടെ അതിക്രമം ഉണ്ടാകുന്നു. അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരെ ഉൾപ്പെടെ മർദ്ദിക്കുന്ന ഒരു സംഭവം ഉണ്ടാവുകയാണ്. നിരവധി തവണ ഇത്തരത്തിൽ ജനകീയ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ തന്നെ ഉണ്ടായെങ്കിലും യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിരുന്നില്ല. കോഴിക്കോട് ജില്ലയിൽ ഈ അടുത്ത കണക്കുകൾ പരിശോധിച്ചാൽ വലിയ രീതിയിൽ ലഹരി കേസുകൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ലഹരി വിമുക്ത കേന്ദ്രത്തിൽ എത്തുന്ന ആളുകൾ അവിടെ എത്തി ചികിത്സ കഴിഞ്ഞതിന് ശേഷം അവരെ കേന്ദ്രീകരിച്ച് മറ്റ് ആളുകൾ, അതായത് ഇത് വിതരണം നടത്തുന്ന ആളുകൾ അവിടെ എത്തുന്നു. അവരുമായി ബന്ധപ്പെട്ട് പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു എന്ന് തന്നെയാണ് അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാർ ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുള്ളത്. നമുക്കറിയാം നിരവധി തവണ ഈ കാര്യം ഉന്നയിച്ച കളക്ടർക്കുൾപ്പെടെ പരാതി നൽകിയിരുന്നു. എന്നിട്ടും യാതൊരു തരത്തിലുള്ള നടപടി ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഈ ലഹരി വിമുക്ത കേന്ദ്രം പ്രവർത്തിക്കുന്നത് യാതൊരു തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളും ഇല്ലാതെയാണ്. ഒരൊറ്റ മുറി, അതിന്റെ മുകളിലെ മേൽക്കൂരകൾ ഉൾപ്പെടെ തകർന്ന നിലയിലാണ്. അത്തരത്തിൽ യാതൊരു തരത്തിലുള്ള സുരക്ഷാ സംവിധാനവും മാനദണ്ഡങ്ങളും ഒന്നും തന്നെ പാലിക്കാതെയാണ് അവിടെ രോഗികളെ ചികിത്സിക്കുന്നത് എന്ന പരാതിയും ഉയർന്നു വരുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. നിരവധി തവണ കളക്ടർക്കുൾപ്പെടെ പരാതി നൽകിയിട്ടും യാതൊരു തരത്തിലുള്ള നടപടിയും കളക്ടറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കോനാട് പരിസരത്ത്, കോഴിക്കോട് ജില്ലയിലെ കോനാടും ഇത്തരത്തിലൊരു ലഹരി വിമുക്ത കേന്ദ്രമുണ്ട്. അപ്പോൾ ഈ ബീച്ച് ആശുപത്രിയിലെ ലഹരി വിമുക്ത കേന്ദ്രം അങ്ങോട്ടേക്ക് മാറ്റി സ്ഥാപിക്കണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്നിരുന്നു. അതിലും യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല. വലിയ രീതിയിൽ, അതായത് പട്ടാപകൽ വലിയ രീതിയിൽ ലഹരി മരുന്നുകൾ വ്യാപകമായി ഉപയോഗിക്കുകയും
അവിടെ സംഘം ചേർന്ന് അതിക്രമങ്ങൾ നടത്തുകയും ചെയ്യുന്ന സംഘങ്ങൾ അവിടെ വിഹരിക്കുന്നു എന്ന് തന്നെയാണ് കണക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നത്. നിരവധി തവണ പോലീസുകാർ, സെക്യൂരിറ്റി ജീവനക്കാർക്കൊക്കെ തന്നെയും ഇവരുടെ കയ്യിൽ നിന്നും ആക്രമണങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. നിരവധി തവണ ഈ ലഹരി വിമുക്ത കേന്ദ്രം അവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കണം, അല്ലെങ്കിൽ ശരിയായ രീതിയിൽ പുനഃസ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ട് നിരന്തരം കത്തുകളൊക്കെ തന്നെയും കളക്ടർക്ക് കൈമാറിയിട്ടും യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് ആളുകൾ പറയുന്നത്. എന്തായാലും ഒരു ജനകീയ പ്രതിഷേധത്തിന് അല്ലെങ്കിൽ പ്രക്ഷോഭത്തിന് അവർ തുടക്കമിടുന്നു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഓക്കെ, ശരി ദിസ്ന. മണാലിയിലെ മഞ്ഞുവീഴ്ചയിൽ കുടുങ്ങിയ വിദ്യാർത്ഥികളെ നാട്ടിലെത്തിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. വിനോദയാത്രയ്ക്കായി പോയി തിരുവനന്തപുരം വനിതാ കോളേജിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമാണ് കേന്ദ്രമന്ത്രിയുടെ സഹായം തുണയായത്. മഞ്ഞുവീഴ്ചയെ തുടർന്ന് 20 മണിക്കൂറോളം കുടുങ്ങിക്കിടന്ന വിദ്യാർത്ഥികളെയാണ് ജന്മനാട്ടിലേക്ക് സുരക്ഷിതമായി എത്തിച്ചത്. കഴിഞ്ഞ മാസം 22-ാം തീയതിയാണ് തിരുവനന്തപുരം വിമൻസ് കോളേജിലെ 3ാം വർഷ ബികോം, 2ാം വർഷ എംകോം വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടെ 51 പേർ ഡൽഹി, മണാലി എന്നിവിടങ്ങളിലേക്ക് വിനോദയാത്ര പോയത്. 28-ന് മണാലിയിലെത്തിയ ഇവർ മഞ്ഞുവീഴ്ചയെ തുടർന്ന് 20 മണിക്കൂറോളം കുടുങ്ങിക്കിടക്കുകയും അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഈ മാസം 2-ാം തീയതി ഡൽഹിയിലെത്തുകയുമായിരുന്നു. മടങ്ങാൻ റെയിൽവേ ടിക്കറ്റ് ലഭിക്കാത്തതിനാൽ ഡൽഹിയിൽ വീണ്ടും കുടുങ്ങുന്ന അവസ്ഥയും എത്തി. ഇവിടെ കുടുങ്ങിയവരെയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലിൽ സുരക്ഷിതമായി നാട്ടിലെത്തിച്ചത്. നാട്ടിലെത്തിയ അധ്യാപകരുൾപ്പെടെ സംഘം കേന്ദ്രമന്ത്രിക്ക് നന്ദി അറിയിച്ചു. പക്ഷേ നമുക്ക് ഈ പ്രശ്നം വന്നത് ഈ ബ്ലോക്ക് വന്നപ്പോഴും നമ്മൾ സ്ട്രക്കായി പോയി, നമ്മുടെ ടിക്കറ്റ് പോയി. അപ്പോൾ ഇത് എങ്ങനെ എത്തുമെന്നുള്ള ഒരു ഏറ്റവും വലിയ പ്രശ്നം അതായിരുന്നു, എങ്ങനെ ഇവിടെ എത്തിക്കുമെന്നുള്ളത്. അപ്പോൾ ഡൽഹി വരെ എത്തി, പക്ഷേ ഡൽഹിക്ക് ശേഷം നമുക്ക് ടിക്കറ്റ് ഇല്ല. അപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റ് കൺഫേം ആക്കി കിട്ടാൻ നമ്മൾ പല സ്ഥലത്തും നോക്കി, അപ്പോൾ സ്റ്റേഷനിൽ പോയി നോക്കി, അപ്പോൾ ഒരു രക്ഷയില്ല. അപ്പോൾ അപ്പോഴാണ് ഇദ്ദേഹം ഇടപെട്ടിട്ട് 2 കാൾ കൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയറാക്കി കിട്ടി. ശരിക്കും സുരേഷ് ഗോപി സാറിന് വളരെയധികം നന്ദി പറയേണ്ടതായിട്ടുണ്ട്. വിദ്യാർത്ഥികൾ ഉൾപ്പെട്ട സംഘം കുടുങ്ങിയ വിവരം BJP തിരുവനന്തപുരം ജില്ലാ മുൻ വൈസ് പ്രസിഡന്റ് R. രാജീവിന്റെ ഇടപെടലോടെയാണ് സുരേഷ് ഗോപി അറിയിച്ചത്. സുരക്ഷിതമായി നാട്ടിലെത്തിയ വിദ്യാർത്ഥികളും ഹാപ്പി. ആ സമയത്ത് റേഞ്ചിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. റേഞ്ച് കിട്ടിയ സമയത്ത് വീട്ടുകാരുടെ അടുത്ത് കാര്യം പറഞ്ഞപ്പോൾ അച്ഛനാണ് ഇങ്ങനൊരു കാര്യം പറഞ്ഞത്. അപ്പോൾ അച്ഛൻ പറഞ്ഞ വെച്ച് ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടാണ് നമുക്കിങ്ങനെ കിട്ടിയത്. അതേ സന്തോഷം എല്ലാവരും പാരൻസിലെത്തിയതുകൊണ്ട് സന്തോഷമായിട്ടിരിക്കുന്നു. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അടക്കം റെയിൽവേ റിസർവേഷൻ ടിക്കറ്റ് അനുവദിക്കുകയും കേരള എക്സ്പ്രസിൽ അവർ കേരളത്തിലേക്ക് മടങ്ങുകയുമായിരുന്നു. 15 വിദ്യാർത്ഥികളും അധ്യാപകരും കഴിഞ്ഞ ദിവസം വിമാനത്തിലും എത്തിയിരുന്നു. ജനം, തിരുവനന്തപുരം. ക്ഷേത്രങ്ങളിലെ ആന എഴുന്നള്ളത്ത് ഒഴിവാക്കുകയാണ് നല്ലതെന്ന് യോഗക്ഷേമ സഭ. ആനപ്പുറത്ത് എഴുന്നള്ളത്ത് നിർബന്ധമാക്കിയാൽ ആനപ്പുറത്ത് കയറുന്ന ശാന്തിക്കാർക്ക് സുരക്ഷ ഉറപ്പുവരുത്താൻ ദേവസ്വം ബോർഡ് തയ്യാറാകണമെന്നും യോഗക്ഷേമ സഭ സംസ്ഥാന അധ്യക്ഷൻ കിരൺ കാളിദാസ ഭട്ടതിരിപ്പാട് ജനം TV-യോട് പറഞ്ഞു. വിവരങ്ങളുമായി കിരൺകുമാർ ചേരുന്നുണ്ട്. കിരൺ, വിവരങ്ങൾ. നിഖില്, ഈ ആന എഴുന്നള്ളിപ്പും അതുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങളും ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ യോഗക്ഷേമ സഭ തങ്ങളുടെ അഭിപ്രായം വ്യക്തമാക്കിയിരിക്കുന്നത്. ആന എഴുന്നള്ളത്തിന് പകരം മറ്റ് സംവിധാനങ്ങൾ, പ്രത്യേകിച്ച് രഥം അടക്കമുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാം എന്നുള്ളൊരു കാര്യം തന്നെയാണ് യോഗക്ഷേമ സഭയുടെ അധ്യക്ഷൻ തന്നെ ഈ കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. താന്ത്രിക വിധി പ്രകാരം ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഇത്തരം അനുവാദങ്ങൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഉത്സവങ്ങൾക്ക് ഇനി ഇത്തരം കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താം. ഒപ്പം തന്നെ വിശ്വാസികളെ ഈ കാര്യങ്ങളിൽ ബോധവൽക്കരിക്കണം എന്നുള്ളൊരു ആവശ്യം കൂടി ഏതായാലും അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. വിശ്വാസികളുടെ ബോധവൽക്കരിക്കുന്നതിലൂടെ ആയിരിക്കണം ഈ കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാകേണ്ടത് എന്ന് തന്നെയാണ് യോഗക്ഷേമ സഭ ഏതായാലും വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഈ ഉത്സവ സീസണുകളുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ഈ ആനയിടയുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് പല സ്ഥലങ്ങളിലും പ്രശ്നങ്ങളുണ്ടായ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് യോഗക്ഷേമ സഭ തങ്ങളുടെ അഭിപ്രായം വ്യക്തമാക്കിയിരിക്കുന്നത്. ഓക്കെ, ശരി കിരൺ. കണ്ണൂർ കരിക്കോട്ടക്കര ടൗണിന് സമീപം കാട്ടാന ഇറങ്ങി. കാട്ടാന എടപ്പുഴ റോഡിൽ വെന്തച്ചാപ്പയിലെ ജോഷിയുടെ വീടിന് സമീപം നിലയുറപ്പിച്ചിരിക്കുകയാണ്. പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കീഴ്പള്ളിയിൽ നിന്ന് ഇന്നലെ രാത്രി തുരത്തിയ ആനയെന്നാണ് സംശയം. മിഥുൻ പിള്ള ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മിഥുൻ, ഒരിടത്ത് നിന്ന് ആനയെ തുരത്തുന്നു, അത് മറ്റൊരു ജനവാസ മേഖലയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിപ്പോൾ ഈ കരിക്കോട്ടക്കര ടൗണിന് സമീപം എന്ന് പറയുമ്പോൾ എത്രത്തോളം വലിയ ജനവാസ മേഖലയാണിത്? അവിടെയുള്ള ആളുകൾക്കെല്ലാം മുന്നറിയിപ്പ് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? മറ്റ് ഇടപെടലുകൾ എന്തൊക്കെയാണ്? വീണ, ഇന്ന് രാവിലെയാണ് കണ്ണൂർ കരിക്കോട്ടക്കര ടൗണിന് സമീപം കാട്ടാനയെ കണ്ടത്. എടപ്പുഴ റോഡിലെ വെന്തച്ചാപ്പിയിൽ ജോഷിയുടെ വീടിന് സമീപമാണ് ഈ കാട്ടാന എത്തിയത്. ഇപ്പോഴും ആ ജനവാസ മേഖലയിൽ തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്.
ഈ ആന ഫോറസ്റ്റ് വാഹനത്തെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ ഇതൊരു മോളെ ആനയാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കുട്ടി ആനയാണ്. ആനയ്ക്ക് വായിൽ പരിക്കേറ്റിട്ടുണ്ടെന്നൊരു സംശയം കൂടി പുറത്തു വരുന്നുണ്ട്. ഇതേ തുടർന്നാണ് ഈ ആന ജനവാസ മേഖലയിലേക്ക് എത്തിയതെന്നും ആളുകൾ പറയുന്നുണ്ട്. ഇന്നലെ രാത്രി കീഴ്പള്ളി വട്ടപ്പറമ്പിൽ ആന ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. രാത്രി 11 മണിയോടുകൂടിയാണ് ഈ ആന ഇറങ്ങിയത്. ജനവാസ മേഖലയിൽ ഏറെ നേരം തമ്പടിച്ച ആനയെ RRT സംഘവും നാട്ടുകാരും ചേർന്നാണ് തുരത്തിയത്. തൊട്ടു പിന്നാലെയാണ് ഈ ആന അവിടെ നിന്ന് പോയ കാട്ടാനയെ കരിക്കോട്ടക്കരി മേഖലയിൽ കാണുന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. ഈ ആനയെ തുരത്തുന്നതിനിടയിലാണ് ഈ കുട്ടിയാന ഫോറസ്റ്റ് വാഹനത്തെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഫോറസ്റ്റ് വാഹനത്തിന്റെ ഒരു ഭാഗത്ത് ഈ കാട്ടാന വന്ന് ഇടിക്കുകയായിരുന്നു. തുടർന്ന് ഇപ്പോഴും ആ ജനവാസ മേഖലയിൽ തുടരുകയാണ്. കാട്ടാനയെ കാട്ടിലേക്ക് തുരത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ RRTയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വീണ. ഓക്കെ, ശരി മിഥുൻ. അടുത്ത വാർത്തയിലേക്ക് പോകാം. തൃശൂർ അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ കാട്ടാനകൾ കട തകർത്തു. വിശ്വനാഥൻ എന്ന ആളുടെ കടയാണ് ആന തകർത്തത്. ഇന്നലെ രാത്രി 12 മണിക്കാണ് സംഭവം. വിവരങ്ങളുമായി ആനന്ദ് പുതൂർ ചേരുന്നു. ആനന്ദ, വിവരങ്ങൾ. അതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണം തുടർക്കറിയാവുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ ഇന്നലെ രാത്രി വീണ്ടും ഇത്തരത്തിൽ കാട്ടാനക്കൂട്ടം ഈ ജനവാസ മേഖലയിൽ ഇറങ്ങി. രാത്രി 12 മണിയോട് കൂടിയാണ് ഏതാണ്ട് 5 ആനകൾ വരുന്ന ഈ ആനക്കൂട്ടം ഈ ജനവാസ മേഖലയിൽ ഇറങ്ങിക്കൊണ്ട് കട തകർത്തത്. ഈ വിശ്വനാഥൻ എന്ന ആളുടെ കടയാണ് തകർത്തത്. ഈ കരിമ്പ് ജ്യൂസും അതുപോലെ തന്നെ മറ്റ് പലചരക്കും വിൽക്കുന്ന കടയാണ് തകർത്തതെന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അതിരപ്പള്ളി വെറ്റിലപ്പാറയിലാണ് സംഭവം. ശബ്ദം കേട്ട് നാട്ടുകാരാണ് ആനകളെ ഓടിച്ച് കാട്ടിലേക്ക് കയറ്റിയതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഓക്കെ, ശരിയാണ്. സിനിമയിലെ പ്രശ്നങ്ങൾ അത് ചർച്ച ചെയ്യാമെന്ന് ഫിലിം ചേംബറിന് വാക്കാൽ ഉറപ്പ് നൽകിയിരിക്കുകയാണ് സാംസ്കാരിക മന്ത്രി സജീവ് ചെറിയാൻ. ഫിലിം ചേംബറിന്റെ നേതൃത്വത്തിൽ സമരം പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് മന്ത്രിയുടെ ഇടപെടൽ. ആവശ്യങ്ങൾ പരിഗണിക്കുമെങ്കിൽ ചർച്ചയ്ക്ക് തയ്യാറെന്ന് ഫിലിം ചേംബർ വ്യക്തമാക്കിയിട്ടുണ്ട്. എമ്പുരാൻ റിലീസിന് തടസ്സമുണ്ടാകില്ല എന്നും ചേംബർ അറിയിച്ചു. സമരവുമായി ബന്ധപ്പെട്ട തുടർ തീരുമാനങ്ങൾക്കായി കൊച്ചിയിൽ ഫിലിം ചേംബർ യോഗം ഇന്ന് ചേരാനിരിക്കെയാണ് മന്ത്രിയുടെ ഇടപെടൽ. കിരൺകുമാർ ചെയ്യുന്നുണ്ട്. കിരൺ, ഇന്ന് ഇപ്പോൾ സുപ്രധാനമായ ഒരു യോഗം ചേരാനിരിക്കുകയുമാണ്. അപ്പോൾ അത് ഈ സാംസ്കാരിക മന്ത്രി ഇങ്ങനൊരു ഉറപ്പ് നൽകിയത്, വാക്കാലെങ്കിലും ഉറപ്പ് നൽകിയൊരു സാഹചര്യത്തിൽ ചേംബർ എങ്ങനെയായിരിക്കും ചിന്തിക്കുക? വീണ, ഇന്ന് ഈ സിനിമയിലെ ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഫിലിം ചേംബർ ആയിരുന്നു യോഗം വിളിച്ചിരുന്നത്. ഇതിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, ഒപ്പം തന്നെ ഫിയോക്കും എക്സിബിറ്റേഴ്സ് അസോസിയേഷൻ അടക്കമുള്ള ആളുകൾ ഈ യോഗത്തിൽ പങ്കെടുക്കാനിരിക്കുകയായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ഇടപെടൽ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. സജീവ് ചെറിയാൻ ഇതുമായി ബന്ധപ്പെട്ട് ഇടപെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സമരവുമായി മുന്നോട്ട് പോകരുത് എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് സാംസ്കാരിക മന്ത്രി മുന്നോട്ട് വച്ചിരിക്കുന്നത്. നേരത്തെ ഈ മാർച്ച് 25-ന് മുന്നായി തന്നെ സമരവുമായി മുന്നോട്ട് പോകാനായിരുന്നു ഫിലിം ചേംബർ തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഈ സമര പരിപാടികളുമായി മുന്നോട്ട് പോകരുത്, ഇവർ മുന്നോട്ട് വെച്ചിട്ടുള്ള വിഷയങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഏതായാലും മന്ത്രി അറിയിച്ചിരിക്കുന്നത്. ഇന്ന് 11 മണിക്ക് ഈ ഫിലിം ചേംബറിൻ്റെ യോഗം നടക്കുന്നുണ്ട്. എറണാകുളത്ത് വെച്ച് തന്നെയായിരിക്കും ഈ യോഗത്തിന് ശേഷം ഏതായാലും ഈ കാര്യങ്ങളിൽ തുടർ നടപടികൾ എന്തായിരിക്കും എന്നത് സംബന്ധിച്ച് ഫിലിം ചേംബർ വ്യക്തമാക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വീണ. ഓക്കെ. കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിന്റെ ആഭിമുഖ്യത്തിൽ തൃശ്ശൂരിൽ ചിത്രകലാ പ്രദർശനം ആരംഭിച്ചു. കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ വെച്ച് എക്കോസ് ഓഫ് ദി വാമിംഗ് വേൾഡ് എന്ന പേരിലാണ് പ്രദർശനം ആരംഭിച്ചത്. കൈരളി അഗ്രികൾച്ചർ MSCS ചെയർമാൻ KV അശോകൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ ദേവസ്വം ചുമർ ചിത്രകലാ ഇൻസ്റ്റിറ്റ്യൂട്ട് റിട്ടയർഡ് പ്രിൻസിപ്പാൾ KU കൃഷ്ണകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അസാധാരണ പ്രതിഭയുള്ള ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന കലാകാരന്മാർ ക്യാൻവാസിൽ കൈകൊണ്ട് വരച്ച ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉള്ളത്.
ആഗോളതാപനത്തെയും കാലാവസ്ഥാ വ്യതിയാനത്തെയും കുറിച്ച് പൊതുജനാവബോധം സൃഷ്ടിക്കുക എന്നതാണ് ഈ പ്രദർശനത്തിന്റെ പ്രധാന ലക്ഷ്യം. അതോടൊപ്പം കലാകാരന്മാരെ സാമ്പത്തികമായി പിന്തുണയ്ക്കുകയും അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ ഒരു അന്താരാഷ്ട്ര വേദി നൽകുക എന്നതും ഈ പ്രദർശനത്തിന്റെ ലക്ഷ്യമാണ്. കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്നതിനും പാരിസ്ഥിതിക സുസ്ഥിരത പ്രോത്സാഹിപ്പിക്കുന്നതിനും സജീവമായി പ്രവർത്തിക്കുന്ന സ്ഥാപനം കൂടിയാണ് കൈരളി അഗ്രികൾച്ചർ MSCS ലിമിറ്റഡ്. പ്രദർശനം മാർച്ച് 5-ാം തീയതി വൈകിട്ട് 5 മണിക്ക് സമാപിക്കും. പ്രവേശനം സൗജന്യമാണ്. ജനം, തൃശൂർ. വേനൽ ചൂട് കുതിച്ചുയരുമ്പോൾ പാലക്കാട് തണ്ണിമത്തൻ കൃഷി ചെയ്ത് 100 മേനി വിളവ് കൊയ്ത ഒരു കർഷകനെ പരിചയപ്പെടാം. വാടാനാംകുറിശി സ്വദേശി പ്രസീദാണ് തുടർച്ചയായ 3-ാം വർഷവും തണ്ണിമത്തൻ കൃഷിയിൽ വിളവ് കൊയ്യുന്നത്. പക്കീസ, മുക്കാസ തുടങ്ങി 5ഓളം വ്യത്യസ്ത തരം തണ്ണിമത്തനുകളാണ് വാടാനാംകുറിശി സ്വദേശി പ്രസീദിന്റെ തോട്ടത്തിൽ വിളഞ്ഞ് നിൽക്കുന്നത്. 38-കാരനായ പ്രസീദ് നിർമ്മാണ തൊഴിലാളിയായിരുന്നു. 3 വർഷം മുൻപ് നിർമ്മാണ തൊഴിൽ വേണ്ടെന്ന് വെച്ച് മുഴുവൻ സമയവും കൃഷിയിലേക്ക് തിരിഞ്ഞു. ഇന്ന് അത് 100 മേനി വിളവിലേക്ക് എത്തി. വർഷമായിട്ട് ഞാൻ ആയിട്ടുള്ള കൃഷിക്ക് ഇറങ്ങിയിട്ട്. അപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ ചൂട് കാലത്ത് തണ്ണിമത്തനാണ് കൂടുതലും ചെയ്യണത്. അതിൻ്റെ ഒപ്പം പച്ചക്കറി, പിന്നെ നെല്ല്. ഇതൊക്കെ നെല്ല് ചെയ്ത പാടാണ്. അപ്പോൾ ഈ നെല്ല് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതിൽ തണ്ണിമത്തൻ ചെയ്തു. ഇത് കഴിഞ്ഞാൽ ഇനി ഇതിൽ ഒരു വിളയും കൂടി പച്ചക്കറി കൃഷി ചെയ്യും. അത് കഴിഞ്ഞ് വീണ്ടും നെല്ല് ചെയ്യുക. ടൺ കണക്കിന് തണ്ണിമത്തൻ പ്രസീദിന്റെ കൃഷിയിടത്തിൽ നിന്നും വിളവെടുക്കുന്നുണ്ട്. ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് എന്ന നൂതന രീതിയിലാണ് കൃഷി ചെയ്യുന്നത്. പിന്നെ ഇതിപ്പോൾ പുതിയ രീതിയിലാണ് നമ്മൾ ഈ കൃഷി ചെയ്തിട്ടുള്ളത്. ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറഞ്ഞ രീതിയിലാണ് ഈ കൃഷിയൊക്കെ ചെയ്തിട്ടുള്ളത്. ഞാൻ ഈ ഒരു പുതിയ കൃഷി രീതി ഞാൻ ഈ ഫോണിലൊക്കെ നോക്കിയിട്ടാണ് മനസ്സിലാക്കിയത്. പക്ഷേ ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ഫോണിൽ കണ്ടെങ്കിൽ എങ്ങനെ ചെയ്യണം എന്നുള്ള ഇതിലേക്ക് എത്തിയത് ഇവിടെ ഈ പട്ടാമ്പി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങിയ പിള്ളേരുണ്ടായിരുന്നു 3 ആൾ. അവരിപ്പോൾ ഒന്ന് ഓഫീസർമാരാണ്. അവർ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പ്രതിസന്ധികളുണ്ടെങ്കിലും കൃഷി ലാഭകരമാണെന്നാണ് ഈ യുവ കർഷകൻ പറയുന്നത്. വേനലും നോമ്പുകാലവുമെല്ലാം ഒരുമിച്ച് വന്നതും തണ്ണിമത്തന് നല്ല വിപണി ലഭിക്കുന്നുണ്ട്. ജനം, പാലക്കാട്. കുടുംബ പ്രേക്ഷകരെ വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തിക്കുന്ന ചിത്രമായി മാറുകയാണ് ആത്മസഹോ. ഉള്ളു തുറന്ന് ചിരിക്കാനും ചിന്തിക്കാനും വഴിയൊരുക്കുന്ന ചിത്രം ഇതിനോടകം തന്നെ കേരളത്തിലെ കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു. ഗോപു കിരൺ സദാശിവൻ കഥയെഴുതി സംവിധാനം ചെയ്ത ചിത്രം നിർമ്മിച്ചത് ഭാര്യ ആഷിൻ കിരണാണ്. ഇരുവരും നർത്തകരാണ്. ചിരിവഴിയിൽ വിജയം തീർക്കുകയാണ് ആത്മസഹോ. കോമഡി ഫാമിലി എന്റർടൈൻമെന്റ് ജോണറിൽ തിയേറ്ററിലെത്തിയ ചിത്രത്തിൽ മലയാളികളുടെ ഇഷ്ടതാരങ്ങളാണ് അണിനിരക്കുന്നത്. ത്രിദേവ് പ്രൊഡക്ഷൻസിന്റെ ബാനറിലാണ് നർത്തക ദമ്പതികളായ ഗോപു കിരൺ സദാശിവനും ഭാര്യ ആഷിൻ കിരണും ചിത്രം തിയേറ്ററിലെത്തിച്ചത്. സിനിമയുടെ കൊറിയോഗ്രാഫി നിർവഹിച്ചിരിക്കുന്നതും ഇവർ തന്നെയാണ്. ഇതൊരു നായക തുല്യ കഥാപാത്രം എന്ന് പറയുന്നില്ല. ഇതിനകത്ത് രഞ്ജി പണിക്കർ സാറാണ് ഇതിൻ്റെ മെയിൻ ലീഡ്. ഒരു കലാമൂല്യമുള്ള, അതുപോലെ കുടുംബ ബന്ധങ്ങളെ ഇമ്പോർട്ടൻസ് കാണിക്കുന്ന ഒരു കംപ്ലീറ്റ് കോമഡി എൻ്റർടൈനർ മൂവിയാണ് ആത്മസഹോ. അത് എല്ലാവരും ഈ സിനിമ കാണണം. കാരണം നിറയെ നാളുകൾക്ക് ശേഷം ഒരു ഒരു സ്ട്രെസ് ഫ്രീ മൂവി ആയിട്ടിരുന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ജനറൽ റിവ്യൂസ് വന്നത് പ്രകാരമാണ് ഞാൻ സംസാരിക്കുന്നത്. രഞ്ജി പണിക്കർ, വിനോദ് കോവൂർ, അരിസ്റ്റോ സുരേഷ്, നോബി, നെൽസൺ, ശിവപ്രിയ, ലിസിൻ ബാബു തുടങ്ങിയവർ ചിത്രത്തിലുണ്ട്. ഗൗതം ലെനിൻ ക്യാമറയും എഡിറ്റിംഗ് ശ്യാം സാംബശിവനുമാണ് നിർവഹിച്ചത്. റോണി റാഫേലാണ് സംഗീതമൊരുക്കിയത്. തിരുവനന്തപുരം കേസരി ഹാളിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ചിത്രത്തിന്റെ ഗാനരചനയും സംഭാഷണവും നിർവഹിച്ച സിനു സാഗർ, PRO അജയ് തുണ്ടത്തിൽ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ജനം. വയനാട് മാനന്തവാടി 5-ാം മൈലിൽ വിദ്യാർത്ഥിക്ക് നേരെ ആക്രമണം. ഒരു സംഘം വിദ്യാർത്ഥികൾ കൂട്ടം ചേർന്ന് മർദ്ദിച്ചു. 4 ദിവസം മുൻപാണ് വിദ്യാർത്ഥിയെ കൂട്ടം ചേർന്ന് മർദ്ദിച്ചത്. കുട്ടിയെ മർദ്ദിക്കാനും മർദ്ദന ദൃശ്യം പകർത്താനും ആഹ്വാനം ചെയ്യുന്ന വീഡിയോ പുറത്തു വന്നു. മർദ്ദനത്തിൽ കുട്ടിയുടെ പിതാവ് പരാതി നൽകി. അർജുൻ ചേരുന്ന വിവരങ്ങളുമായി. അർജുൻ, അവിടെ എന്താണ് സംഭവിച്ചത്?
ഗുഡ് മോർണിംഗ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 4 ദിവസം മുമ്പാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത്. ഈ വിദ്യാർത്ഥികൾ തമ്മിൽ അതിനു മുൻപ് എന്തോ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അവർ തമ്മിലുള്ള ഒരു കശപിശയൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ ഒരു വിദ്യാർത്ഥിയെ വിളിച്ചുകൊണ്ടുപോയി, നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്, അവരെ വിളിച്ചുകൊണ്ടുപോയി മുഖത്തടിച്ച് മുഖത്തും ഈ ശരീരത്തിലും ഒക്കെ അടിക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇതിനാൽ തന്നെയും ഈ ഒരു സംഭവത്തിൽ പനമരം പോലീസ് കേസെടുത്തിരുന്നു. പനമരം പോലീസ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് ഈ പരാതി കൈമാറിയിട്ടുണ്ട്. CWC കേസ് എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു 5-ാം മൈലിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത്. അതേ തുടർന്ന് ഈ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് നോട്ടീസ് നൽകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ ദിവസത്തിനുള്ളിൽ തന്നെ ഈ രക്ഷിതാക്കൾക്ക് ഈ ഇത്തരത്തിലുള്ള നോട്ടീസ് നൽകുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിൽ ഈ മർദ്ദനമേറ്റ വിദ്യാർത്ഥിയും അതേപോലെ തന്നെ ഈ മർദ്ദിച്ച വിദ്യാർത്ഥികളും പഠിക്കുന്നത് ഒരേ സ്കൂളിലാണ്. അതുകൊണ്ട് തന്നെ സ്കൂളിൽ നിന്നുള്ള ഒരു കശപിശയാണ് പിന്നീട് ഇത്തരത്തിൽ എത്തിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഒരാൾ മാത്രം സ്കൂളിൽ പുറത്തുള്ള ഒരാളാണ്. ഇതിൽ പ്രധാനമായും നമ്മൾ നോക്കേണ്ട ഒരു വസ്തുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹൈസ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്, അതായത് 8-9 ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ ചേരി തിരിഞ്ഞ് ആക്രമിച്ച്, അതായത് ഒരാളെ വിളിച്ചുകൊണ്ട് പോകുന്നു. നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണാം, താഴെ നിന്നും നമ്മൾ ഓരോ സിനിമകളിലൊക്കെ കാണുന്ന പോലെ താഴെ നിന്നും വിളിച്ചു കൊണ്ടുപോയി മുകളിൽ എത്തിച്ച് അവനെ അടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. മുഖത്തടിക്കുന്നു. അതുപോലെ തന്നെ വയറിൽ കുത്തുന്ന ഒരു വീഡിയോ ഒക്കെയാണ് ഇപ്പോൾ പ്രചരിച്ചു വരുന്നത്. മാത്രമല്ല, ഇതിൽ പറയുന്നുണ്ട് അടിക്കട അവനെ എന്നുള്ളതൊക്കെ ആക്രോശിച്ചു കൊണ്ടാണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടാകുന്നത്. മാത്രമല്ല, മൊബൈലിൽ വീഡിയോ എടുക്കുക എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുമുണ്ട്. അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായത്. എന്തിനു തന്നെയും രക്ഷിതാക്കൾക്ക് നോട്ടീസ് നൽകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീണ. ഓക്കെ, ശരി അർജുൻ. ഹൈക്കോടതി ജഡ്ജിയുടെ നിർദ്ദേശമുണ്ടായിട്ടും നഗരത്തിലെ ഫ്ലെക്സ് ബോർഡുകൾ മാറ്റാതെ കൊല്ലം കോർപ്പറേഷൻ. CPM സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് ചിന്നക്കടയിലടക്കം സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകളാണ് നീക്കം ചെയ്യാത്ത. ബോർഡുകൾ ഉടനടി മാറ്റണമെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കോർപ്പറേഷൻ അധികൃതർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. കഴിഞ്ഞ നവംബർ അവസാന വാരം കൊല്ലത്ത് കോടതി സമുച്ചയം ഉദ്ഘാടനം ചെയ്യാനെത്തിയ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചിന്നക്കടയിലെ PWD റെസ്റ്റ് ഹൗസിൽ വിശ്രമിക്കാനെത്തിയപ്പോഴാണ് നിരത്തു നിറയെ ഫ്ലെക്സ് ബോർഡുകൾ കണ്ടത്. ഉടൻ തന്നെ കോർപ്പറേഷൻ സെക്രട്ടറിയെ വിളിച്ചു വരുത്തി നടപടി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടു. മണിക്കൂറുകൾക്കകം തന്നെ നഗരത്തിലെ ഫ്ലെക്സുകൾ കോർപ്പറേഷൻ ജീവനക്കാരെത്തി നീക്കം ചെയ്തു. എന്നാൽ ഇന്ന് അതേ സ്ഥലങ്ങളിൽ വീണ്ടും ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നു. ബോർഡുകളും തോരണങ്ങളും അടക്കം നീക്കം ചെയ്യണമെന്ന് വീണ്ടും ജഡ്ജി കോർപ്പറേഷൻ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ഇതുവരെയും നടപടിയുണ്ടായില്ല. CPM സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് നഗരത്തിലാകെയും ഫ്ലെക്സ് ബോർഡുകളുണ്ട്. പൊതുജനങ്ങൾ നടക്കുന്ന പാതകളിലും വാഹനങ്ങളുടെ കാഴ്ച മറയുന്ന തരത്തിലുമൊക്കെ ഉയർന്നു നിൽക്കുന്ന ഫ്ലെക്സ് ബോർഡുകളും കൊടിതോരണങ്ങളും നീക്കം ചെയ്യാൻ കോർപ്പറേഷൻ തയ്യാറായില്ല. ഇക്കാര്യം ചോദിച്ചപ്പോൾ നടപടിക്രമങ്ങൾ നടന്നു വരുന്നുവെന്നായിരുന്നു കോർപ്പറേഷൻ സെക്രട്ടറിയുടെ മറുപടി. ഇതിനോടകം തന്നെ സമ്മേളന പരിപാടികൾ ആരംഭിച്ചിട്ടുമുണ്ട്. സമ്മേളനം അവസാനിക്കുന്നതുവരെ ബോർഡുകൾ നീക്കം ചെയ്യാതെ നിലനിർത്താനുള്ള ശ്രമമാണ് കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുമുള്ളത്. അതേസമയം മുൻപ് മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ ബോർഡുകൾ അറിയിപ്പ് പോലും നൽകാതെ നീക്കം ചെയ്തുവെന്ന ആരോപണവും ഉയരുന്നുണ്ട്. ഇതിനിടെയാണ് CPMന്റെ പ്രചാരണ ബോർഡിലേക്ക് പ്രകാശം പകരാനായി ഹൈമാസ് ലൈറ്റിൽ നിന്നും വൈദ്യുതി മോഷണവും നടന്നത്. ബോർഡുകൾ നീക്കം ചെയ്യാൻ ജഡ്ജിയുടെ നിർദ്ദേശമുണ്ടായിട്ടും നടപടിയെടുക്കാതെ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്ന കോർപ്പറേഷൻ അധികൃതർക്കെതിരെ വലിയ വിമർശനമാണ് ഉയർന്നത്. ജനം, കൊല്ലം. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തുടക്കമാകുന്നു. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് BIS ഹോൾമാർക്ക് 9164 ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. SK ഹോസ്പിറ്റൽ, ടച്ചിങ് ഹ്യൂമൻ ലൈഫ്സ്, എടപ്പള്ളി, ട്രിവാൻഡ്രം. ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് ഇന്ന് തുടക്കമാകുന്നു. വിശേഷാൽ പൂജയ്ക്ക് ശേഷം രാവിലെ 10 മണിക്ക് കാപ്പുകെട്ടി ദേവിയെ കുടിയിരുത്തുന്നതോടെ ഉത്സവത്തിന് തുടക്കമാകും. മാർച്ച് 13-നാണ് സ്ത്രീ ഭക്തലക്ഷങ്ങൾ പങ്കെടുക്കുന്ന ആറ്റുകാൽ പൊങ്കാല. ഇത്തവണത്തെ ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് ഇന്ന് തുടക്കമാകും. രാവിലെ 10-ന് കാപ്പുകെട്ടി ദേവിയെ കുടിയിരുത്തുന്നതോടെ ഉത്സവത്തിന് ഔദ്യോഗിക തുടക്കമാകും. വൈകിട്ട് 6-ന് കലാപരിപാടികളുടെ ഉദ്ഘാടനം ചലച്ചിത്ര താരം നമിത പ്രമോദ് നിർവഹിക്കും. ആറ്റുകാൽ അമ്പ പുരസ്കാരം ഡോക്ടർ K ഓമനക്കുട്ടിക്ക് ചടങ്ങിൽ സമ്മാനിക്കും. വെള്ളിയാഴ്ച രാത്രി 9:15-നാണ് കുത്തിയോട്ട വ്രതാരംഭം. 13-ന് രാവിലെ 10:15-നാണ് ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല. ഉച്ചയ്ക്ക് 1:15-ന് പൊങ്കാല നിവേദ്യം. 14-ന് രാത്രി കാപ്പഴിച്ച് കുരുതി തർപ്പണത്തോടെ ഉത്സവം സമാപിക്കും.
ക്ഷേത്ര പരിസരങ്ങളിലും പ്രധാന വഴികളിലും പോലീസിന്റെ നേതൃത്വത്തിൽ 179 CCTV ക്യാമറ സുരക്ഷയുടെ ഭാഗമാകുന്നുണ്ട്. 2 ടവറും 6 ഡ്രോണും നിരീക്ഷണത്തിനുണ്ടാകും. വാഹനങ്ങൾ നിർത്തിയിടാൻ 30 മൈതാനങ്ങൾ സജ്ജമാണ്. പൊങ്കാല ദിവസം അന്നദാനം നടത്തുന്നവർക്ക് ഭക്ഷ്യസുരക്ഷാ സർട്ടിഫിക്കറ്റ് നിർബന്ധം. ഉത്സവ നാളുകളിൽ 700 KSRTC ബസ് അധിക സർവീസ് നടത്തും. 7 സ്പെഷ്യൽ ട്രെയിനും സർവീസ് നടത്തുന്നുണ്ട്. 112 അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരെയും പൊങ്കാല മഹോത്സവത്തിനോടനുബന്ധിച്ച് വിന്യസിച്ചിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ടീം ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചതിൻ്റെ ആഹ്ലാദത്തിലാണ് ആരാധകർ. സെമിഫൈനലിൽ ഇന്ത്യ ഓസ്ട്രേലിയയെ തകർത്തത് ഗ്യാലറി നിറഞ്ഞ ഇന്ത്യൻ ആരാധകർക്ക് മുന്നിൽ. 2023 ഏകദിന ലോകകപ്പ് ഫൈനലിലെ തോൽവിക്ക് ഇന്ത്യ പ്രതികാരം വീട്ടിയെന്ന സന്തോഷവും ക്രിക്കറ്റ് പ്രേമികൾ പങ്കുവച്ചു. ഞായറാഴ്ച ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി കിരീടത്തിൽ മുത്തമിടുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് ഓരോ ആരാധകരും. ദുബായിൽ നിന്ന് ഷിൻ സെബാസ്റ്റ്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഓസ്ട്രേലിയക്കെതിരെ മിന്നി ജയം സ്വന്തമാക്കിയതിന്റെ ആഹ്ലാദത്തിലായിരുന്നു ഓരോ ഇന്ത്യൻ ആരാധകരും. രാഹുല്, ഹർദിക് പാണ്ഡ്യ സമയോന്മതമായിട്ട് കളിച്ചതുകൊണ്ട് ഇന്ത്യ വിന്നായി. കോഹ്ലി ബെസ്റ്റ് ഒരു ഇന്നിങ്സ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഇന്ത്യ വിജയിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നെങ്കിലും അവസാന നിമിഷങ്ങൾ ചെറിയ ടെൻഷൻ സമ്മാനിച്ചുവെന്ന് ആരാധകർ പറഞ്ഞു. ലാസ്റ്റ് കുറച്ച് ടെൻഷനായി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാണ്ഡ്യയുടെ 2 സിക്സർ വന്നതോടുകൂടെ പിന്നെ കളി നിന്ന് നമ്മൾ വരുന്നില്ലായി. പിന്നെ ബാക്കിയുള്ളവർ വന്നിട്ട് ക്ലീൻ ആയിട്ടത് അവരെ കടന്നു ചെയ്യുന്നു. 2023 ഏകദിന ലോകകപ്പ് ഫൈനലിലേറ്റ തോൽവിക്ക് പ്രതികാരം വീട്ടിയെന്നാണ് ആരാധകർ പറയുന്നത്. मैंने आपको बोला था मॉर्निंग में कि हम लोग रिवेंज लेंगे, 2023 का बदला लेंगे. वो हमने करके दिखा. वी आर इनटू द फाइनल्स. कम ऑन! भारत माता की जय. മാതൃരാജ്യത്തിന് പിന്തുണയുമായി ഇന്ത്യയിൽ നിന്നടക്കം ആരാധകർ துபாய் ராஜாந்தர கிரிக்கெட் ஸ்டேடியத்திലേക്ക് ஒழுகியெத்தி. ஸோ திஸ் ஹரிபிரசாத், நான் வந்து தமிழ்நாட்டிலேருந்து வந்திருக்கேன், அதுவும் கோயம்புத்தூர்லேருந்து. ஸோ இந்தியா வந்து நீ செமிஃபைனல் ஆடுறாங்க, அதுவும் ஆஸ்திரேலியாவுக்கு எதிராக. உங்கள் எல்லாருக்குமே தெரியும் நம்ம ஃபைனலில் வந்து 2023 நம்ம ஆஸ்திரேலியா தோத்தோம். ஸோ அது கண்டிப்பாக இன்றைக்கி வந்து ஒரு பிக் லெவலில் வந்து ஒரு ரிவெஞ்ச் கண்டிப்பாக இருக்குது. ഈ ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യ സ്വന്തമാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നിന്ന് രഞ്ജിത്ത് പുലാശ്ശേരിക്കൊപ്പം ഷിൻ സെബാസ്റ്റ്യൻ, ജനം. Congratulations Virat, many congratulations. And Rohit also. Well played. Congratulations India for finals. ഓക്കെ, നമുക്കേതായാലും ഈ ഒരു സന്തോഷ വാർത്തയോടുകൂടി പുത്തൻപുലരി സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം ലൈവ് റിപ്പോർട്ട്സ് കാണാം. നമസ്തേ. നമസ്തേ.